ഹലോ ഹായ്, വെൽക്കം ടു ഇതല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റ് ആണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ദയവ് ചെയ്ത് ഫോളോ ബട്ടൺ കൂടി അമർത്തുക. പിന്നെ യൂട്യൂബിൽ ഞങ്ങളെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം എന്ന് അപേക്ഷിക്കുന്നു. രണ്ടു കൂട്ടർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇൻട്രോ സെക്ഷനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ യൂട്യൂബില് 63 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് ഞങ്ങളുടെ എബൌട്ട് സെക്ഷനിലുണ്ട്. അതിപ്പം ചെറിയ രീതിയിൽ ബൂം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 170 സംതിങ് ഫോളോവേഴ്സ് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഒറ്റ റീലിൽ നിന്നാണ്. പ്രമേഹം ഈ ചാനലിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ യൂട്യൂബില് 1K, ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ട് അതിപ്പം 50K എന്തോ ആവുന്ന അടുത്തോണ്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ ചാനലിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിടാറുണ്ട്. അതും നോക്കുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കമന്റ്സും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മെയിൽ ID-യിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും സ്പോട്ടിഫൈയിലും ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ എപ്പിസോഡുകളെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് പോളൊക്കെ ഇടാറുണ്ട്. അതൊക്കെ ഇന്ററാക്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ എൻഗേജ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേബി റെയിൻഡിയർ എന്ന് പറഞ്ഞ സീരീസിനെ കുറിച്ചാണ്. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇന്ന് നമ്മുടെ ചാനലിലെ 4 പേര് ഈ എപ്പിസോഡിലുണ്ട്. അപ്പോ ഞാൻ ആദ്യമായി വെൽക്കം ചെയ്യുന്നു മിസ്റ്റർ ചക്രപാണി, ഡോക്ടർ സിൻസ് ആൻഡ് മിസ് UDC കുമാരി. എല്ലാവരും വെൽക്കം ടു Thank ദ ഷോ. you. Hi, hi, വഴി hi everybody. ഇത് നമസ്കാരം. മികച്ച ഒരു എപ്പിസോഡ് ആവുമെന്ന് തോന്നുന്നു. എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല കലവിലായിരിക്കും. അപ്പം ആരാണ് ആദ്യം? ഞങ്ങൾക്കൊക്കെ ഈ സീരീസ് റെക്കമെൻഡ് ചെയ്തത് UDC കുമാരിയാണ്. അതുകൊണ്ട് UDC കുമാരിനെ വെച്ച് തുടങ്ങുന്നതാണ്. UDC കുമാരി ആദ്യം പറയാം. നമ്മുടെ പോഡ്കാസ്റ്റ് ഞാന് റാപ്പിഡ് ആക്ഷൻ ഞാൻ ഫോഴ്സിന്റെ ആക്ച്വലി ഈ കാസ്റ്റ് സീരീസ് പോലെ തന്നെ വൺ സാമ്പിൾ ആയിട്ടുണ്ട്. ഞാനിപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോളിവുഡ് ആണോ അതല്ലെങ്കിൽ ബ്രിട്ടീഷ് ആണോ ഇംഗ്ലീഷ് ആണോ ന്യൂസിലൻഡ് ആണോ അങ്ങനെ ഡിഫറെന്റ് ഇംഗ്ലീഷിൽ തന്നെ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടില്ല. അപ്പം ഈ സീരീസ് ബ്രിട്ടീഷ് സീരീസ് ആണ്. ബ്രിട്ടീഷ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം സ്കോട്ടിഷ് റൈറ്റർ ആണ്. എന്താണ് ബാക്കി അപ്പം കഥകളൊക്കെ നടക്കുന്നതും കഥ നടക്കുന്നത് ലണ്ടനിൽ വെച്ചിട്ടാണെങ്കിലും കഥയുടെ ഒരു പശ്ചാത്തലം പോകുന്നത് ഒരു സ്കോട്ടിഷ് ബേസ് ആണ്. നമ്മുടെ ഇതിനകത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ സ്കോട്ടിഷ് ആണ്. അപ്പം ഞാൻ ഇവിടെ ഖത്തറിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഈ സീരീസ് ഞാൻ റീസെന്റ് ആണ് ഇവിടെ നെറ്റ്ഫ്ലിക്സും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇത് ഫസ്റ്റ് വന്ന് കിടക്കുന്നു, ഖത്തറിലെ ടോപ്പായിട്ട് വന്ന് കിടക്കുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കാരണം ബ്രിട്ടീഷ് സീരീസുകൾക്ക് അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഹോളിവുഡ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പിന്നെ ഹോളിവുഡ് ആണ് മിക്കവാറും ടോപ്പിൽ വരാറുള്ളത്. നമ്മളപ്പോ അങ്ങനെ ഇത് ഒരു വല്ലാത്ത ഒരു പ്രഹേളികയാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചുമ്മാ ഫസ്റ്റ് എപ്പിസോഡ് എടുത്തൊന്ന് കണ്ടു നോക്കിയതാണ്. പക്ഷെ ഞാൻ ഒറ്റയടിക്കാണ് ആ സാധനം മൊത്തം കണ്ടു തീർത്തത്. അത്രയും എഫക്റ്റീവ് ആയിരുന്നു എന്ന് പറയുന്നതിനേക്കാളും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. എനിക്കിത് കണ്ടിട്ട് ഒരുമാതിരി 2 ദിവസം ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ ഡിസ്റ്റർബൻസ് എനിക്കത് എല്ലാവരിലേക്കും പകർന്നു തരണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ചക്രവാണിയോട് ഇത് പറഞ്ഞു. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് കോൾ നടത്തിയ സമയത്ത് ചക്രവാണിയോടും ദിഗംബരനോടും കൂടെയാണ് പറഞ്ഞത്. പക്ഷെ ചക്രവാണിക്കാണ് അത് കാണാനുള്ളൊരു ത്വര വന്നത്. അങ്ങനെ ഞാൻ ചക്രവാണിയിലേക്ക് കാണിച്ചു. അപ്പൊ ചക്രവാണി കണ്ടപ്പം അവന് ഇഷ്ടപ്പെട്ടു. അവന് കാണണം, നമുക്ക് ഇതിനെക്കുറിച്ച് എപ്പിസോഡ് ചെയ്യണം, അതിന് മാത്രമുള്ള കണ്ടന്റ് ഉണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെ അപ്പം ദിഗംബരൻ എന്താന്ന് അറിഞ്ഞൂടാ, ഒരു സാധാരണ കാണാൻ പറയുമ്പോഴത്തേനും പുള്ളിക്ക് ഒരു മടിയുള്ളതല്ല. പക്ഷെ ഇതെന്താന്ന് അറിയത്തില്ല, ഒരു പുഷ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞു ഞാൻ ഓർത്തു ഇനിയിപ്പോ ഇതെന്തോന്ന് എന്തെങ്കിലും കോണിയായിട്ടുള്ള എന്തെങ്കിലും സാധനമായിരിക്കും എന്ന് വിചാരിച്ചാണ്. ടൈമില്ല ഇപ്പം എന്ത് ചെയ്യാനായിട്ട്, ഭയങ്കര ബിസി ആയിപ്പോയി. സീരീസ് ഒക്കെ ഇരുന്ന് കാണാനായിട്ടുള്ള. പക്ഷെ എന്നോട് എപ്പിസോഡിന്റെ ഇത് വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടും പെട്ടെന്ന് കണ്ടു തീർക്കാന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ പിന്നെ അത് കാണാന്ന് വിചാരിച്ചു. പിന്നെ കുമാരിയുടെ കൂടെ ഇരുന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു.
ഞാൻ പിടിച്ചു വലിച്ചിരുത്തി നമുക്കിത് കാണണം, എന്നിട്ട് നമുക്ക് എപ്പിസോഡ് ചെയ്യണം, ഇറ്റ് ഇസ് വർത്ത് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 7 എപ്പിസോഡേ ഉള്ളൂ, 40 മിനിറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കൺവിൻസ് ചെയ്യിപ്പിച്ചാണ് ദിഗംബരനെ കാണിച്ചത്. അപ്പൊ ദിഗംബരനെ കാണിച്ചപ്പോ എനിക്ക് മോട്ടിവേഷൻ ആയി, എന്നാ പിന്നെ സിൻസിനെയും കൂടെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം. അങ്ങനെ ഞാൻ ഈ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മുടെ സിൻസിനെയും കൊണ്ടുവന്നു. എന്താണ് ഡോക്ടർ സിൻസ് കണ്ടിട്ടൊരു എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം, പറയൂ. കണ്ടിട്ട് മനുഷ്യന്റെ ശരീരത്തിന് എന്തോ പോലെയായിരുന്നു 2 ദിവസത്തേക്ക്. ആടാ അമ്മാതിരി എനിക്ക് അമ്മാതിരി മനുഷ്യനെ അങ്ങോട്ട് ആദ്യത്തെ 2-3 എപ്പിസോഡൊന്നും കുഴപ്പമില്ലായിരുന്നു. 3-ാമത്തെ എപ്പിസോഡ് ഒരു ട്വിസ്റ്റ് നമ്മുടെ വന്നതനുസരിച്ച് ഇതിന് പരിപാടി എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ മനുഷ്യനാണ് ഇവിടെ പെട്ടിരിക്കുകയായിരുന്നു. അമ്മാതിരി അവസ്ഥയായിരുന്നു സീരീസ് കണ്ടപ്പോഴത്തേക്കും. എന്തിനാടി വെറുതെ മനുഷ്യനെയൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ഇവിടെ വെറുതെ ഇരുന്ന് ഞങ്ങളല്ലേ വലിച്ചു കൊണ്ട് കാണിപ്പിച്ചത് നീയാണ്. അവർക്ക് അതൊരു മാനസിക സുഖം. ഒരു എനിക്കൊരു ഒരു മാനസിക മാനസിക സുഖം. നീ പക നോക്കുവല്ലേ സത്യം പറയാം. നമ്മുടെ നിന്നൊക്കെ കൂതറ കാണിച്ചോണ്ട് പക നോക്കുവല്ലേ നീ. അന്തസ്സല്ലേ അന്തസ്. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ചാനലില് നമ്മുടെ ഡോക്ടർ സിൻസിന്റെ കൂടെ ചെയ്ത വേറൊരു എപ്പിസോഡ് ഉണ്ട്, കൂതറ എന്ന് പറയുന്നത്. എല്ലാരും പോയി ചെക്ക്ഔട്ട് ചെയ്യാം. യൂട്യൂബിൽ ഇതുവരെ വന്നിട്ടില്ല, ബട്ട് സൂൺ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ സ്പോട്ടിഫൈയിലുണ്ട്, കേൾക്കാൻ ആഗ്രഹമുള്ളവർ പോയി കേൾക്കുക. ഇത് തന്നെയാണ് ലാലേട്ടന്റെ എപ്പിസോഡിന് പറഞ്ഞത്. എന്നിട്ട് അത് ഇതുവരെ 1 മാസം കഴിഞ്ഞിട്ടാണ് അത് വന്നത്. ബ്രഹ്മയുഗത്തിന് ഇത് തന്നെ പറഞ്ഞു. അതും ഈ പറഞ്ഞ പോലെ 1 മാസം എടുത്തു വരാനായിട്ട്. നമ്മൾ ഇച്ചിരി സ്ലോ ആണ് പണ്ടേ ആൾക്കാർ, അതുകൊണ്ട്. ചക്രവാണിയുടെ അഭിപ്രായം എന്താണ് ചക്രവാണി സീരീസിനെ പറയൂ. കുറിച്ച്? ഞാനും ഇത് ഞങ്ങൾ ഇതിന് മുന്നേ ഒരു പോഡ്കാസ്റ്റ്, എനിക്കൊന്ന് പ്രീ ആണോ അതോ പോസ്റ്റ് പോഡ്കാസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാഹചര്യത്തില് കുമാരി ഇങ്ങനെ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തായിരുന്നു, ഇങ്ങനെ ഒരു സീരീസ് ഉണ്ട്, ഭയങ്കര എനിക്ക് അതിന്റെ പ്ലോട്ട് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, ഓക്കെ ഇത് ശരിക്കും നടന്ന സംഭവമാണ്. അത് നടന്ന ആളുടെ ജീവിതത്തിൽ അയാള് തന്നെ ഇതിന്റെ കഥ എഴുതി, ലൈക്ക് അതെ അതെ. അയാള് തന്നെ ഇതിനകത്ത് അഭിനയിച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്കപ്പം ഒരു എന്താ പറയുന്നത്, ഈ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണെങ്കിലും ദിസ് ഇസ് ലൈക്ക് എ വെരി ക്രേസി തിങ് ആണ്. പിന്നെ ആരും നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഇപ്പം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് വിമൺ ഹാവ് ലൈക്ക് നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റത്തില് വിമൺ യൂഷ്വലി ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോക്കേഴ്സ് ദാൻ മെൻ. യൂഷ്വലി അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ ഏജന്റ് വല്ലതായിരിക്കണം നമ്മളെ സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ. അപ്പൊ നമ്മളൊരു ഏജൻസ് ഒന്നും നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് Monster ആണ് obviously. അതാണ് അതുപോലെ ഒന്നും അല്ലാത്തതുകൊണ്ട് അപ്പം ഇതെനിക്ക് കണ്ടപ്പോ ഞാൻ അങ്ങനെ ഒരു സിനാരിയോ ആലോചിച്ചു, എങ്ങനെയായിരിക്കും ഇപ്പൊ നമുക്കൊരു സ്റ്റോക്കർ വരുവാണെങ്കിൽ അതിനെ ഒരു പോലീസ് എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നില്ല നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവർ വിശ്വസിക്കുവോ? നമ്മൾക്കിപ്പം സ്റ്റോക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പോണാടുന്നു, നിനക്കൊക്കെ സ്റ്റോക്കർ എന്നുള്ള രീതി അങ്ങനെയൊക്കെ അതിനും നമ്മളെ വേണം കളിയാക്കാൻ ഒരു കുറെ യോഗം എന്നായിരിക്കും അത് വരുന്ന മാത്രല്ല കമന്റ്. അത് മാത്രല്ല അല്ലെങ്കിൽ അതിനും വേഗം വേണം യോഗം എന്നുള്ളത് ഡെഫിനറ്റ്ലി വരും. പക്ഷെ എന്താണ്, പെണ്ണല്ലേ, നിനക്ക് എന്താണ്, എന്തിനാണ് പെണ്ണിനെ പേടിക്കുന്നത് എന്നുള്ള ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ഉണ്ടല്ലോ, അതും അതുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. ആ ഒരു സാധനവും വരും. പക്ഷെ ഇതിന്റെ അകത്ത് ഇപ്പം നമ്മളിത് കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞ ഇതിന്റെ ഒരു 6th എപ്പിസോഡൊക്കെ ആയപ്പോഴത്തേക്കും നിങ്ങള് ഇപ്പം സ്പോയിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറയുന്നത് ഇഗ്നോർ ചെയ്തിട്ട് പോഡ്കാസ്റ്റിന്റെ ബാക്കി ഭാഗം കേൾക്കാം, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ 6th എപ്പിസോഡ് കണ്ടപ്പോഴത്തേ എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര ബ്രേക്ക് ചെയ്തത്. പുള്ളിയുടെ ഒരു മോണോലോഗ് ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള, ഇപ്പം റിലേറ്റബിൾ ഇൻ ദ സെൻസ് എനിക്ക് അങ്ങനെ സ്റ്റോക്കർ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ പുള്ളി പറഞ്ഞ ഒരു കാര്യം ഇസ് സംതിങ് ദാറ്റ് മെൻ യൂഷ്വലി ഡോണ്ട് കൺഫെസ് ലൈക്ക് ദാറ്റ്. ഭയങ്കരമായിട്ട് വൾണറബിൾ ആയി. പക്ഷെ ഇറ്റ് വാസ് സോ നൈസ് ദാറ്റ് ഹി വാസ് ഏബിൾ ടു ഷോ ദാറ്റ് സൈഡ് ഓഫ് എന്താ പറയുന്നത്, ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്ട്രഗിൾ ഉണ്ട്. ലൈക്ക് നമ്മുടെ അകത്ത് അതായത് ഇന്റേണലി ഫീൽ ചെയ്യുന്ന ഒരു സ്ട്രഗിൾ. ആ സ്ട്രഗിളിനെ പറ്റി പുള്ളി സംസാരിച്ചപ്പോഴത്തേക്കും ഈ ആ ഒരു എപ്പിസോഡ് ഭയങ്കര മൂവിങ് ആയിരുന്നു. ആ ഒരു മോണോലോഗും ആ പുള്ളി പറഞ്ഞ രീതിയും, പിന്നെ അത് തന്നെ പുള്ളിക്കൊരു കാറ്റലിസ്റ്റ് ആയിട്ട് മാറി പുള്ളിയുടെ കരിയർ ടേക്ക് ഓഫ് ആയതും എല്ലാം. പിന്നെ
പിന്നെ എനിക്ക് സോഫാർ ഞാൻ കണ്ടതിന്റെ അകത്ത് എനിക്ക് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള 3 TV സീരീസിന്റെ അകത്ത് ഇപ്പം ഫസ്റ്റ് ഒബ്വിയസ്ലി 13 Reasons Why. അത് ഞാൻ ഒരാളെ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അയാളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അത് കണ്ടിട്ട് എന്റെ ഒരു 2-3 ആഴ്ച എന്റെ ജീവിതത്തിലെ പോയി. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. അതിനുശേഷം ഞാൻ യുഫോറിയ കണ്ടു. അപ്പൊ യുഫോറിയ ഇതേപോലെ തന്നെ എനിക്കൊരാൾ സജസ്റ്റ് ചെയ്തതാണ്. അതിന്റെ എസ്തെറ്റിക്സ് ഭയങ്കര ഭംഗിയാണ്. അത് ആക്ച്വലി യുഫോറിയ ഒരു ജനറേഷനെ തന്നെ, അതായത് 2000 കിഡ്സ് എന്നൊക്കെ പറയാൻ തോന്നുന്നു, ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാരെ ഡിഫൈൻ ചെയ്യുന്ന ഒരു TV സീരീസ്. നമുക്ക് അതിൻ്റെ അകത്ത് റിലേറ്റബിൾ തന്നെ. ഇതാണ് 2000 കിഡ്സ് എന്നുള്ളത്. ഐ ഡോണ്ട് നോ ഹൗ ആ സീരീസിന്റെ ഡയറക്ടർ ഒന്നും ആ ജനറേഷനിൽ നിന്നുള്ള ആള് പോലും അല്ല. എന്നിട്ടും ആ ഒരു ജനറേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിട്ടാണ്. അപ്പം അതും ഇതേപോലെ തന്നെ ഒരു ഡിസ്റ്റർബിങ് സീരീസ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് കണ്ടിട്ട് ലൈക്ക് ഞാൻ കുറെ നാൾ കൂടിയിട്ട് ഞാൻ 2 സീരീസേ ഉള്ളൂ ഇത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടിരുന്ന് കണ്ടിട്ടുള്ളൂ. ഒന്ന് ബേബി റീൻഡിയറും പിന്നെ ഒന്ന് ദ ബെയർ എന്ന് പറഞ്ഞ TV സീരീസും, വിച്ച് ഇസ് ഓൾസോ വെരി ഗുഡ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗും ഭയങ്കര നൈസ് ആയിട്ടുള്ള TV സീരീസ്. പക്ഷെ റീൻഡിയർ ഭയങ്കര മൂവിങ് ആണ്. ഇടയ്ക്ക് എനിക്ക് ഈ ബേബി റെയിൻഡിയർ ഞാൻ ചക്രവാണിക്ക് സജസ്റ്റ് ചെയ്ത സമയത്ത് ചക്രവാണി എനിക്കൊരു സീരീസ് സജസ്റ്റ് ചെയ്തായിരുന്നു, ദ എൻഡ് ഓഫ് ദ ഫക്കിംഗ് വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട്. ഐ മീൻ സോറി, അത് നമുക്ക് സെൻസർ ചെയ്ത് കളയാം, ബട്ട് വാട്ട് എവർ, അതാണ് അതിന്റെ ടൈറ്റിൽ. അപ്പോ അത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നിയ ഒരു സീരീസ് ആണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. സോ അതും ഇതിന്റെ കൂട്ടത്തിൽ അതും പറയണമെന്ന് എനിക്ക് തോന്നി. ഡെഫിനറ്റ്ലി അത് നല്ല സീരീസ് ആണ്. പക്ഷെ ഞാൻ എന്റെ സെക്കൻഡ് സീസൺ ഞാൻ കണ്ടില്ല, ഫസ്റ്റ് സീസൺ മാത്രമേ കണ്ടുള്ളൂ. ഫസ്റ്റ് സീസൺ വാസ് റിയലി ഗുഡ്. ഈ എൻഡ് ഓഫ് ദ എഫിംഗ് വേൾഡും ഈ പറയുന്ന പോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടി കറക്റ്റ് ഇറക്കിയത്. അതൊരു 15-17 മിനിറ്റ് ഒക്കെ ഒരു എപ്പിസോഡുള്ളൂ. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ലൈക്ക് ഭയങ്കര നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് പരിപാടി അതിന്റെ അകത്ത്. അതൊരു ഞാൻ പണ്ടിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഒരു സൈക്കോയുടെ വ്യൂവിൽ നിന്ന് ഒരു സിനിമ ചെയ്താൽ അല്ലെങ്കിൽ ഒരു TV സീരീസ് ചെയ്താൽ, ലൈക്ക് ഇച്ചിരി ഡാർക്ക് കോമഡി സ്പേസിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സാധനം കാണുന്നതായിട്ട്. അതും ഹോളിവുഡ് അല്ല, അതും ബ്രിട്ടീഷ് ആണ്. അപ്പൊ അവർക്ക് ബ്രിട്ടീഷുകാരുടെ കോമഡിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് സെക്സ് എഡ്യൂക്കേഷൻ ഇതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീരീസ് ആയിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീരീസ് ആയിരുന്നു. അതെ അതെ അതെ, അത് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടതാണ്, പക്ഷെ അത് ഭയങ്കര നല്ലതായിരുന്നു. അത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സെക്സ് എഡ്യൂക്കേഷൻ ഭയങ്കര നല്ലതായിരുന്നു. ഞങ്ങൾ ഈ ഓഫീസിന്റെ കാര്യം ഞങ്ങൾ ഈ ഓഫീസ് സീരീസിന്റെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ദിഗംബരനോട് ഇങ്ങനെ നിന്നപ്പോ പറയായിരുന്നു. അപ്പം ഓഫീസിന്റെ അമേരിക്കൻ വേർഷൻ ആണ് ദിഗംബരൻ കണ്ടത്. ഞാൻ ഓഫീസ് കണ്ടിട്ടില്ല. അപ്പൊ ദിഗംബരനോട് ഇങ്ങനെ ഞങ്ങൾ ഇതിന്റെ കോൺവെർസേഷൻ ഇരുന്നപ്പോഴത്തേന് ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, ബ്രിട്ടീഷ് കോമഡീസ് കുറച്ചും കൂടെ ഒരു ഡാർക്ക് സ്പേസിലുള്ള കോമഡീസ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോമഡി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ് ഇങ്ങനെ പറയായിരുന്നു. കുറച്ച് ഡ്രൈ ആണെന്ന് നമുക്ക് തോന്നും കേൾക്കുമ്പോ. കാര്യം ഞാൻ ഈ ഓഫീസ് ഞങ്ങളുടെ ക്ലാസ്സിൽ സജസ്റ്റ് ചെയ്തതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമായിരുന്നു അതിന്റെ ഓരോ എപ്പിസോഡ്സ്. അപ്പൊ അങ്ങനെ ഞാൻ അമേരിക്കൻ കണ്ടുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് ഞാൻ അതിന്റെ ഒറിജിനൽ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ചുമ്മാ ഒരു സീൻ എടുത്ത് നോക്കിയത്. പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ബ്രിട്ടീഷിനെ എനിക്ക് ഇങ്ങോട്ട് എന്തോ അത് അമേരിക്കൻ കണ്ടിട്ടേ. ഈ ബേബി റെയിൻഡിയർ ഒരു ഹ്യൂമർ സ്പേസിലുള്ള ഒരു സാധനമാണ് സത്യം പറഞ്ഞാല്. സബ്ജക്ട് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഡാർക്ക് ഹ്യൂമർ ആണ് പുള്ളി, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പുള്ളി കൊമേഡിയൻ ആണല്ലോ. ഈ റിച്ചാർഡ് ഗാഡ് എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയതും ഡയറക്ട് ചെയ്തതും. അദ്ദേഹത്തിനാണ് സ്റ്റോക്കർ ഉണ്ടായിരുന്നതും എല്ലാം. അദ്ദേഹം ഒരു കൊമേഡിയൻ ആണ്. അവര് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് കൊമേഡിയൻ ആണ്. അപ്പം നാച്ചുറലി അതിനകത്തിൽ കോമഡി ഉണ്ടാവും. ചില കാര്യങ്ങൾ ശരിയാണ്, നമ്മളിങ്ങനെ നമുക്ക് ചിരിക്കാൻ പാടില്ലാത്തടത്ത് നമുക്ക് ചിരിക്കാൻ തോന്നുന്ന അവസ്ഥകളുണ്ട് അതിന്. തീർച്ചയായും. പക്ഷെ ഇത് ഇച്ചിരി ഓവർലി ഡാർക്കായി പോയാ നമുക്ക്. അല്ല അത് പറഞ്ഞ ഡാർക്ക് കോമഡി ഉണ്ട്, എന്നാ ഭയങ്കര ഡാർക്ക് ഡീപ്പ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പുള്ളി ആ ഡ്രഗ് യൂസേജിന്റെ ആ ഒരു പോയിന്റ് വരുന്ന സമയത്ത് നടക്കുന്നതൊക്കെ അത് ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിവൺ ബേസിക്കലി. ഇറ്റ്സ് നോട്ട് മെൻ വിമൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ നടക്കുന്ന ഒരു സംഭവമാണ് അബ്യൂസ്. നമുക്ക് എല്ലാവർക്കും പല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാര്യം അവന്റെ അത്രയും എക്സ്പീരിയൻസ് നമുക്കില്ലെങ്കിലും പല ഫേസുകളിലായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്ക് പല
എന്റെ ആ, ലൈഫിൽ വന്നു പോയ പല ക്യാരക്ടേഴ്സുമായിട്ടും എന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറെ കാര്യങ്ങളുമായിട്ടൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഉം, പക്ഷെ അത് ഉം. എക്സാക്ട്ലി അവന്റെ പോലെ തന്നെയല്ല നടന്നത്. അങ്ങനത്തെ ഒരു അത് ഫീലിംഗ് ആണ് എനിക്ക് നമ്മള് കിട്ടിയത്. ഇപ്പം ഈ പറയുന്ന റിച്ചാർഡ് ഗാഡിന്റെ ക്യാരക്ടർ ആണെങ്കിലും പുള്ളി കംപ്ലീറ്റ്ലി ഇന്നസെന്റ് ഒന്നും അല്ല. പുള്ളിയുടെ ഭാഗത്തുനിന്ന് അല്ലറ ചില്ലറ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. ഉണ്ട്, പുള്ളിയുടെ അതൊന്നും അല്ല ഡിപ്പെൻഡൻസ് അല്ല ഉണ്ട് ഉണ്ട് ആയിട്ടുള്ള ഉണ്ട്. അല്ലറ അത് മിസ്റ്റേക്ക് ആണെന്ന് അളിയനാണെങ്കിൽ ആദ്യമേ ഒരു സ്റ്റോക്കറിനെ ഇത് വരുമ്പോഴത്തേക്കും ആദ്യമേ പ്രോത്സാഹിപ്പിച്ചത് പുള്ളിയാ. പ്രോത്സാഹിപ്പിച്ചത് പുള്ളിയാവും. ഒടുക്കത്തെ പ്രോത്സാഹനം അല്ലായിരുന്നു. അതിന്റെ പേരെന്ത്, നീ മുത്തുമണിയാണെങ്കിൽ തങ്കമാണെങ്കിൽ പൊളിയാണ് മുത്തേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പുറകെ അവൻ പോയത് നൈസായിട്ട്. എനിക്ക് കൂടുതലും അങ്ങനത്തെ എക്സ്പീരിയൻസസ് ചെക്കൻ ഉണ്ടായിട്ടില്ല. വിഷയമാ. എന്നാ പിന്നെ അതിന്റെ പേരെന്ത്, ഇതൊന്നും നോക്കണ്ട, ആദ്യമേ ഗൂഗിൾ, എന്റെ ചെറുക്കനാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവൻ അറിയാം ഇത് സ്റ്റോക്കറാണ്. അതെ, അതെ, അതെ. അവൻ എന്നിട്ട് ആ അവൻ രീതിയിൽ കുറച്ച് ഫക്ടപ്പ് ആണ് പുള്ളി. അതുകൊണ്ടാണ് പുള്ളി അതെ അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകുന്നത്. അല്ല അതെ. പുള്ളി ശരി, പുള്ളിക്ക് അവൻ ആ ഒരു ഓട്ടോമാറ്റിക്കലി പുള്ളിക്ക് ഒത്തിരി ട്രോമ ഉണ്ടല്ലോ. അപ്പൊ ആ പുള്ളി അതാണല്ലോ പുള്ളി അതിനെ എങ്ങനെയാണ് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാല് അവർക്കും വയ്യാത്തതാണ്, അല്ലെങ്കിൽ അവര് മെന്റലി അവർക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ്, അവർ ചെയ്യുന്ന കാര്യം തെറ്റാണ്, പക്ഷെ ഷീ ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ, വാട്ട് ഷീ ഈസ് ഡൂയിങ് ഇസ് ബാഡ് എന്നുള്ള രീതിയിലാണ് അയാൾ അതിനെ ഒന്ന് പെർസീവ് ചെയ്യാൻ നോക്കുന്നത്. അത് ഏതൊക്കെയോ ഇന്റർവ്യൂവിലും പുള്ളി പറയുന്നുണ്ട്. അത് പക്ഷെ കൊള്ളായിരുന്നു അത്. പക്ഷെ പുള്ളിക്ക് ഒരു പോയിന്റ് ആകുമ്പോഴത്തേക്ക് ഒബ്സഷൻ തോന്നുമല്ലോ. അതാണല്ലോ പുള്ളിയുടെ മറ്റേ ഗേൾ ഫ്രണ്ട് പുള്ളി ഇട്ടിട്ട് പോകാനുള്ള ഒരു കാരണം. പുള്ളിക്ക് കാര്യം അവന് ഇതില്ലാഞ്ഞിട്ട്, അതായത് അറ്റൻഷനും ട്രോമ കെയറും ഒക്കെ ബോണ്ടിങ്. അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവനത് അതല്ലേ ഇപ്പോഴത്തെ എടുത്തിട്ടുള്ളത്. ഒരു ഈയിടയ്ക്ക് ഇറങ്ങിയൊരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രോമ ബോണ്ടിങ്. ഈയിടയ്ക്ക് അത് അതെ കേട്ടു അതെ സോഷ്യൽ അതെ മീഡിയ അതെ. കൂടെ. അത് അപ്പൊ ഇപ്പൊ എനിക്ക് ഗുണ തോന്നുന്നു പുള്ളിക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ. നമുക്കൊരു സ്റ്റോക്ക് ഹോം സിൻഡ്രോം പോലത്തെ പരിപാടിയാണല്ലോ അതിലും. അതും ഇതുപോലത്തെ ഒരു ഇതൊക്കെ ആണല്ലോ. ട്രോമ അതെ, ഇപ്പൊ ബോണ്ടിങ് എന്ന് ഗുണ പറയാൻ പറ്റില്ല, അതെ. ബട്ട് അന്നേരം ആലിയ ഭട്ടിന്റെ ഹൈവേ സ്റ്റോക്ക്ഹോം ആ സിൻഡ്രോമാ മേജർ ആയിട്ട്. ആ പക്ഷെ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഗുണയും സ്റ്റോക്ക്ഹോം സിൻഡ്രോം അല്ല. അതെ, ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഫൈറ്റ് ഹ്യൂമൻ, ക്ലബ്. അത് ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നേച്ചറാ. ഇപ്പൊ നമുക്ക് ചിലർക്ക് എന്താ പറയുക, കെയാസ് ഇല്ലെങ്കിൽ, ഇഫ് ദേ ഗ്രൂ അപ്പ് ഇൻ എ കെയോട്ടിക് സിറ്റുവേഷൻ, അവരുടെ ലൈഫിൽ ഒരു പോയിന്റിൽ കെയോസ് നിൽക്കുവാണെങ്കിൽ പിന്നെ ദേ മൈറ്റ് ബി കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് എന്തുകൊണ്ടാണ് കെയോസ് ഇല്ലാതെ. കെയോസ് ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നത്. ബിക്കോസ് ദെയർ നോർമൽ ഇസ് എ കെയോട്ടിക് സിറ്റുവേഷൻ. സോ അതെ, അത് അങ്ങനെയുള്ള എനിക്ക് ചിലരെ ആ ഒരു എനിക്കറിയാം. സംഭവം അത് എനിക്കും അറിയാം എന്ന് പറയുന്ന അതായിരിക്കും നല്ലത്. അപ്പോ ലൈക്ക് ഇതെല്ലാം അത് പുള്ളി പച്ചയായിട്ട് പുള്ളി ഭയങ്കര റോ ആയിട്ട് കാണിച്ചതിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. റിച്ചാർഡ് ഗാഡ് അതിനെ ഒരുപാട് മൂടി മറിച്ചൊരു ഹിപ്പോക്രറ്റിക് വ്യൂ എന്നല്ലാതെ പുള്ളി ഓണസ്റ്റ് ആയിട്ട് പുള്ളി കാണിച്ചു ലൈക്ക് വാട്ട് കുഡ് ഗോ റോങ് ഫ്രം ദ പ്രോട്ടോഗണിസ്റ്റിന്റെ സൈഡിൽ നിന്ന് തെറ്റ് എന്തൊക്കെ പറ്റുമായിരിക്കും എന്നുള്ളത്. കാരണം പുള്ളി പ്രോത്സാഹിപ്പിച്ച് പുള്ളി വള വെച്ചു കൊടുത്തതിന്റെയാണ്. പിന്നെ പുള്ളിയുടെ അപ്പൻ ക്യാരക്ടർ ഇച്ചിരി തഗ്ഗായിട്ട് തോന്നിയത് എനിക്ക് പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കൊള്ളാം കേട്ടോ. പുള്ളി ഞാൻ ഒട്ടും ആദ്യം പുള്ളി ഇച്ചിരി പ്രതീക്ഷിച്ചില്ല. മൊരടനാണെങ്കിൽ എനിക്ക് അവസാനമായപ്പോഴത്തേനും പുള്ളിയോട് എനിക്ക് അങ്ങനെ കരച്ചിൽ വന്നു. പുള്ളിയുടെ ഒരു കൺഫെഷൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. നമുക്ക് റിലേറ്റ് ചെയ്യാൻ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നല്ല, പക്ഷെ പുള്ളിയോട് ഒരു എമ്പത്തി തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സിമ്പതി തോന്നുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവസാനമൊക്കെ ആയപ്പോഴത്തേന്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. കാര്യം അപ്പനെ അതേ അവസ്ഥ തന്നെയാണ് മകനും പിന്നീട് ഒരുമാതിരി സൈക്കിൾ പോലെ വരുന്നത്. അത് പുള്ളിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല അവന്റെ കാര്യത്തില്. പുള്ളിക്കോ സംഭവിച്ചു, അവനൊന്നും വരില്ല എന്ന് വിചാരിച്ചിട്ട് അവനും അത് തന്നെ നടന്നു എന്ന് അറിയുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലോ. അവിടെ ഉണ്ടായ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ സിറ്റുവേഷനിൽ പോയപ്പം ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റി കൂടുതലും കൂടെ. ആ ഒരു സിറ്റുവേഷൻ വന്ന അതുകൊണ്ട് എനിക്ക് ആദ്യമേയൊക്കെ ഞാൻ ഇത് ആദ്യത്തെ 2-3 എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ ഇയാൾ എന്തിനാ ഇയാളുടെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ അമ്മയുടെ കൂടെ താമസിക്കുന്ന ആ ഒരു ബന്ധം എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷെ കണ്ടോണ്ടിരുന്നപ്പോഴേ ഇവനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഡിവോഴ്സ് ആയിട്ട് അമ്മായിമ്മയുടെ കൂടെ പോയി താമസിക്കുന്നവരിയ്ക്കുന്നത് പോലെ മനുഷ്യ പോയി രജനീകാന്തിനോട് താമസിച്ച് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇരിക്കും. ഡോക്ടർ സിൻസ് സോറി പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഡോക്ടർ സിൻസ് നമ്മുടെ UK ബേസ് ചെയ്തിട്ടുള്ള, യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും എന്താണ് പേഴ്സണൽ കണക്ഷൻ തോന്നിയായിരുന്നു? അതെ, അല്ല പേഴ്സണൽ കളക്ഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെ
തോന്നിയിട്ടേ ഇല്ലായിരുന്നു. നീ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ആൾക്കാരെ എവിടെയെങ്കിലും ആൾക്കാര് നിന്റെ മീൻസ് അത് അതുപോലത്തെ ഏതെങ്കിലും ഒരു ചെറുക്കൻ എന്നാ അതിന്റെ പേര് അതുപോലത്തെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടില്ല. എന്നാ അതിന്റെ പേരാണ്. പക്ഷെ ഇതുവരെ എന്നാ അതിന്റെ പേരാണ് സ്വന്തമായിട്ട് അതിന്റെ പേരാണ് എനിക്ക് തോന്നുന്നത് ഇവനൊരു കൈൻഡ് ഓഫ് ലൈക്ക് നാർസിസിസ്റ്റിക് ക്യാരക്ടർ, അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് അടിച്ചത് സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും. അത് അതിന്റെ പേരാണ്. അതുപോലത്തെയുള്ള ക്യാരക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ അതിന്റെ പേരെന്താ, ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ പോകാൻ പറ്റത്തില്ല, ഡ്രാമ വേണം ആൾക്കാർക്ക്, കുറച്ച് അറ്റൻഷൻ ഒക്കെ വേണം അവരുടെ അറ്റൻഷൻ ഒക്കെ അങ്ങനത്തെ. കിട്ടണം. ആ അറ്റൻഷൻ ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ഒരു ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്തൊക്കെയാണ് എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചെറുക്കൻ എന്ത് ഇതൊരു വള്ളി പിടിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ വള്ളിയൊക്കെ പിടിക്കുക, സ്വസ്ഥമായിട്ടൊക്കെ ജീവിച്ചു പോക്കൂടെ. ഇതൊക്കെയായിരുന്നു എന്റെ ചിന്ത ആദ്യമേ തുടക്കത്തിൽ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക്. എന്തിനൊക്കെയാണ് ദൈവമേ വല്ലവന്റെ ജീവിതത്തിൽ കയറി തലയിടാൻ പോകുന്നത്. എന്നിട്ട് ഇവന്റെ ജീവിതത്തിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ അതിന്റെ വേറെന്തുവാ, ആ ഒരു ആ, അവൻ അറിയാം സംഭവം എന്തൊക്കെയോ സംതിങ് റോങ് ഉണ്ടെന്നാ അതങ്ങ് വിട്ട് കളയുവാണ് സംഭവം. ഞാനാണെങ്കിൽ എനിക്ക് ഇതുപോലെ ഭയങ്കര ഓവർലി കോഷ്യസ് ആവുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞ എനിക്ക് എന്തോ പോലെയായിരുന്നു പടത്തിന്റെ ഇത് കണ്ടപ്പോഴത്തേക്കും വന്നേ. ബാക്കിയുള്ളവർക്ക് ഞാനൊരു ഫീലാന്ന് കണ്ടിട്ടില്ല. പക്ഷെ പല നമുക്ക് എന്നാലും സിറ്റുവേഷനിലും വേറെ പുള്ളിക്ക് ഒഴിവാക്കായിരുന്നു, പോലീസിന്റെ അടുത്താണെങ്കിലും പറയാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. അത് അതിനകത്ത് അവൻ തന്നെ പറയുന്നുണ്ട് അത് സംഭവം. അതായത് അതിന്റെ പേര് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും അതിന്റെ പേരെന്താ, എനിക്കൊരു സ്റ്റോക്കർ ഉണ്ട് എന്നാണ് അളിയൻ പറയുന്നത്. പക്ഷെ അവൻ അതിനു മുമ്പ് അവൻ അവളെ കുറിച്ച് സെർച്ച് ചെയ്തായിരുന്നു. ഇതുപോലെ അതിന്റെ പേര് ഇവൾക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട് എന്നറിഞ്ഞിട്ടും അവൻ അത് പറയുന്നില്ല. അതായത് ഗേൾ ഫ്രണ്ടിനെ എനിക്കൊരാ അറ്റാക്ക് ചെയ്യുന്ന ആരും പറഞ്ഞില്ലല്ലോ. ആ പെണ്ണിന്റെ മുടി വരെ പറഞ്ഞില്ല പറിച്ചെടുത്തതല്ലേ. അത് ഇച്ചിരി ഭീകരമായിരുന്നു. സംഭവം. ഇത്ര റോങ് ചക്കൻ അല്ല. ഇത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ചക്കനാണെങ്കിൽ അതിന്റെ പേര് കംപ്ലീറ്റ് റോങ് ആയിട്ടാ പോയത്. പറഞ്ഞ കാര്യം ഉൾപ്പെടെ അത് ഈ പോലീസുകാര് എന്താ പറയുന്നേ, ഒരു പെണ്ണാണ് സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അവൾ അയക്കുന്ന ഇമെയിൽ കാണിച്ചിട്ടും അവര് നടപടിയൊന്നും എടുക്കാത്തതിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? മീൻസ് അതൊരു ആണായിരുന്നെങ്കിൽ ആ സെയിം ഇമെയിലുകൾ ധാരാളം അല്ലായിരുന്നോ ഒരു കേസിന് രജിസ്റ്റർ ചെയ്യാനോ അല്ല ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാനോ എന്ന് തോന്നിയോ അത് കണ്ടപ്പോ? അതൊക്കെ തോന്നി. അതിപ്പം നമുക്ക് ആക്ച്വലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആണുങ്ങളാന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും. ശരി, അവർക്കൊരു ഇതിപ്പം ഹീറോ ഫിസിക്കൽ ബിജു അഡ്വാൻറ്റേജ് കാണുമ്പോ ഉണ്ടെന്നുള്ള. ആ അതെ ആക്ഷൻ ഹീറോ ബിജുവിന്റെ അകത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട്. മറ്റേ രണ്ടുപേര് വന്നിട്ട് കനകാമ്പരൻ ഞങ്ങളുടെ അയലന്തുരുത്തുകാരനാണ് സാറേ, മറ്റേ അതെ വരുത്തില്ലേ. ഉം. അതൊക്കെ വരുമ്പോ അപ്പൊ തന്നെ ആക്ഷൻ എടുക്കുന്നുണ്ട്. നേരെ മറിച്ച് അവിടെ രണ്ട് ആണുങ്ങൾ അവതരിച്ചെങ്കിൽ എന്ന് പറയാം, സാറേ നീ എന്തിനാണ് അവളെന്താണ് അത് ഇന്ന് തുണി ഉരി കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് കേസ് എടുക്കുമോ? ഇല്ല. നല്ല നല്ല നമുക്കെതിരെ കേസെടുക്കും. നീ അതെ എന്തിനാണ് നോക്കാൻ പോയത്? അതെ നോക്കാൻ പോയേ. അല്ലെങ്കിൽ പറയുമ്പോ അത് നിനക്കങ്ങ് കണ്ട ആസ്വദിച്ചോടെ എന്തോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലുള്ള ഇത് പറയും. അതെ ഈ ഞാൻ ഓർക്കുന്നുണ്ടേ, ഈ ഇതെന്തോ ഒരു ഇതിലെ ന്യൂസിൽ ഏതാണ്ട് കണ്ട, അതായത് പുറത്തെവിടെയാണ്, ഇവിടെ കാനഡയിലാണോ യു എസിലാണോ എന്നറിയില്ല, ഒരു ടീച്ചർ ഇതുപോലെ പുള്ളിക്കാരി പഠിപ്പിക്കുന്ന പയ്യനുമായിട്ട് ഒരു റിലേഷൻഷിപ്പായി, അത് വീട്ടിലറിഞ്ഞ് അങ്ങനെ അത് ഇതായി. അപ്പം അതില് പയ്യൻ ഒരർത്ഥത്തിൽ വിക്ടിമാണ്, കാരണം അവനെ ഒരുമാതിരി എന്താ ഗ്രൂം ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടന്നത്. പക്ഷേ ഇവിടെ കുറെ വന്ന കമന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഇതിന്റെ അകത്ത് അങ്ങനെയൊക്കെ ഒരു യോഗം വേണം അവനായിട്ട്, അതായത് ചോക്ലേറ്റിന്റെ അകത്ത് മറ്റേ പാൽക്കാരൻ പയ്യനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ലെവലിലുള്ള ഇതായിരുന്നു. പക്ഷെ അത് തിരിച്ചായിരുന്നെങ്കിൽ അത് ആൾക്കാരെല്ലാം അതിന് സപ്പോർട്ട് ചെയ്യുകയും എന്താ പറയാ ഇങ്ങനെ ആരും പറയത്തില്ല. അപ്പൊ അത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ സൊസൈറ്റിയുടെ. ആ ഒരു സെയിം പരിപാടിയാണ് ഇവിടെ ഇതിലും കണ്ടപ്പോ എനിക്കും തോന്നിയത്. കാര്യം എന്തോരം അവന് വരുന്ന ഡെയിലി ഒരു 500 ഇമെയിൽ വരുന്നുണ്ട്, ഇതിലൊക്കെ ത്രെറ്റനിങ് ആയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഭയങ്കര ജസ്റ്റ് കാഷ്വൽ ആയിട്ടൊക്കെയാണ് എടുക്കുന്നത്. ത്രെറ്റനിങ് ആയിട്ട് ഇല്ല, പക്ഷെ എന്നാലും അതൊരുമാതിരി അതാണെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അത് അങ്ങനെ അല്ല, വേറൊരു കാര്യമുണ്ട് ഇതിനകത്തില്. ഇപ്പം സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിലും നമ്മുടെ മിക്ക നാടുകളിലും ഞാൻ മൾട്ടിപ്പിൾ ഇന്റർനാഷണൽ ഷോസ് ഇങ്ങനെ കാണുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം കേട്ടോ. ഞാൻ പല ലാംഗ്വേജ് കാണുന്നത്. ഇപ്പൊ ഇതിനകത്തില് ഈ സ്റ്റോക്കിംഗ് ഇഷ്യൂ വരുന്ന ഇപ്പം മിക്ക നാടുകളിലും കാണിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്ക്
അങ്ങനെ ഭീകരമായ ശിക്ഷകൾ കിട്ടാറില്ല മിക്കവാറും. ഇപ്പം അത് സ്ത്രീയുടെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീനെ ഒരു പുരുഷൻ സ്റ്റോക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിലും വലിയ ശിക്ഷകളൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി സർവീസ് അങ്ങനെ വല്ല ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. അതിന്റെ ശിക്ഷ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അതും വലിയ ഒരുപാട് സ്റ്റോക്കിങ്, അതായത് എക്സ്ട്രീം ഇപ്പം ആയാലും മാത്രമേ മറ്റേ റെസ്ട്രിക്ഷൻ ഓർഡർ ഒക്കെ വരുവുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? അത്രയും അല്ല അതും അത്രയും ഈ പോണം. ക്യാമറയൊക്കെ എന്താ ഹിഡൻ ക്യാമറയൊക്കെ വെക്കുന്നതിന് പോലും ചില നാടുകളിൽ ഈ ജസ്റ്റ് പേ ഒരു വലിയ എമൗണ്ട് ഓഫ് പൈസ പേ ചെയ്യണം, അല്ലാതെ അവർക്ക് വലിയ ശിക്ഷകളൊന്നും കൊടുക്കുന്നില്ല. അപ്പോ സ്ത്രീകളുടെ അവസ്ഥ തന്നെ അതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ ഇത് മറ്റേത് പിന്നെ പറയാൻ വേണ്ട. അത് പിന്നെ നിങ്ങൾ മറ്റേവര് വോൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഇപ്പൊ ഈ പോലീസുകാരനാണെങ്കിലും അതായത് നമ്മുടെ ഈ ഡോണി ഡൺ എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടർ പ്രൊട്ടാഗണിസ്റ്റ് പോയിട്ട് കംപ്ലൈന്റ് പറയുന്ന പോലീസുകാരനാണെങ്കിൽ അതാണ് പറയുന്നത്. നിങ്ങൾ ഒരു ആണല്ലേ, ഇതെന്താ ഒരു പെണ്ണ്, അവര് ത്രെറ്റനിങ് ആയിട്ടൊന്നും അയക്കുന്നില്ല, അവര് ഡെയിലി മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുക, നിങ്ങളുടെ നമ്പർ ഇല്ല അവരുടെ കയ്യിൽ, നിങ്ങൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് അല്ല, അപ്പോൾ ജസ്റ്റ് അതിനെ ഇഗ്നോർ ചെയ്ത് വിടുക. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് സ്ത്രീകളാണെങ്കിൽ ശരിയാണ്, ആക്ഷൻ എടുക്കുമായിരിക്കും. പക്ഷെ ആക്ഷൻ എടുത്ത് ശിക്ഷ വരുന്നത് വലിയ ശിക്ഷയൊന്നും അല്ല, സാധാ ശിക്ഷയാണ്. ശരിയാണ്, അത് ഞാൻ യോജിക്കുന്നു, നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഞാനത് കണ്ട സമയത്ത് നിങ്ങളോട് പറഞ്ഞപ്പോഴും ഞാനതാണ് പറഞ്ഞത്. ആണുങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അത് ഒരു എന്താണ് ലോയിൽ പ്രസന്റ് ചെയ്ത് അതിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് പോയിട്ട് അതൊരു കേസാക്കി എടുക്കാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആണുങ്ങൾക്ക്. ബട്ട് കേസായിട്ട് ഇത് വന്നാലും റെസ്ട്രിക്ഷൻ ഓർഡർ പോലെ വന്നാലും അത് ഒത്തിരി നാളത്തേക്ക് കാണത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ഫൈനായിട്ട് പോകത്തേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ സ്റ്റോക്കിങ്ങിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്യൂ ആണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, അത് എന്തൊരു പ്രൈവസി ഇൻട്രൂഷൻ എന്ന് പറയുന്ന സാധനം എന്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ 2 വട്ടം കണ്ടു. ഒരു വട്ടം ഞാൻ തന്നെ ഇരുന്ന് കണ്ടു, 2ാമത്തെ വട്ടം ദിഗംബരന്റെ വീട്ടിൽ നിന്ന് കണ്ടു. 2 വട്ടം കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. 2 വട്ടം കാണുമ്പോഴും എനിക്കത് അങ്ങോട്ട് എന്താ പറയുന്നത്, ഇതിനെ എങ്ങനെയാണ് അയാൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? പുള്ളിയുടെ വർക്ക് പ്ലേസിൽ അവർ വരുന്നുണ്ട്, 2 വർക്ക് പ്ലേസിലും. അതായത് അവരുടെ അവര് എന്താണ് ബാറിൽ സെർവ് ചെയ്യുന്നിടത്തും ചെല്ലുന്നുണ്ട്, അവരുടെ കോമഡി ആ ഒരു സ്റ്റേജിലും ചെല്ലുന്നുണ്ട്, അവിടെയും ചെല്ലുന്നുണ്ട്. പിന്നെ വീട്ടില് ചെല്ലുന്നു, അത് വീടിനകത്തും ചെല്ലുന്നുണ്ട്. വീടിനകത്തു നിന്ന് കേസ് കൊടുക്കും, പോലീസിനെ വിളിക്കുന്ന പറയുമ്പോൾ അവര് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവിടെയും ചെല്ലുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇത് കണ്ടോണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇതിനകത്തില് ഇവര് ഫസ്റ്റ് കാണുന്ന സമയമുണ്ടല്ലോ, ഈ സ്ത്രീ ഇവിടെ വന്ന് ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിങ്, ഇങ്ങനെയാണ്. അതായത് ഈ സ്ത്രീ ഇവിടെ വന്നിരുന്ന് പുള്ളിക്കാരി ഇങ്ങനെ കരയുവാണ്. കരയുമ്പം ഇയാൾക്ക് സങ്കടം വർക്ക് ചെയ്യുന്ന ബാറിൽ വന്നിരുന്നിട്ട് കരയാണ്. അത് ഇച്ചിരി എന്താണ് വണ്ണമുള്ള സ്ത്രീയാണ്. അവര് കാണാനാണെങ്കിലും ഭയങ്കര ഷാബി അപ്പിയറൻസ് ആണ്. അപ്പൊ അവരിരുന്ന് കരയുമ്പം അവൻ പറയുന്ന ഡയലോഗ് തന്നെ അതാണ്. പുള്ളിക്ക് അറിയാം, പുള്ളിക്ക് അവരോട് തോന്നുന്ന ഒരു പിറ്റിയാണ്, ആ പിറ്റിയിലാണ് പുള്ളി ആക്ട് ചെയ്യുന്നതെന്ന് പുള്ളിക്ക് അറിയാം. അതായത് വണ്ണമുള്ള സ്ത്രീയാണ്, അല്ലെങ്കിൽ അപ്പിയറൻസ് ഷാബിയാണ്, കരയുന്നു, പിന്നെ അവർക്ക് എന്താണ് എന്തെങ്കിലും വേണം ചോദിക്കുമ്പോൾ അവരുടെ പൈസ ഇല്ലെന്ന് പറയുന്നു. അപ്പൊ പുള്ളിക്കൊരു ആ സോറി ഫീലിംഗ് ഉണ്ടല്ലോ, അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന സോറി ഫീലിംഗ് ആണ്. പക്ഷെ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു അറഗന്റ് പാട്രണൈസിങ് ഫീലിംഗ് അല്ലേ എന്ന് പുള്ളി തന്നെ അത് സെൽഫ് റിയലൈസ് ചെയ്യുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഡയലോഗ്. ഞാൻ അന്നേരം തന്നെ അത് ശ്രദ്ധിച്ചായിരുന്നു. അതായത് നമുക്ക് തോന്നുന്ന ആ പിറ്റി അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ആ സോറി എന്ന് പറയുന്ന സാധനം ഭയങ്കര അറഗൻസ് ആണ്. അത് നമ്മൾ ബാക്കിയുള്ളവരെക്കാളും ബെറ്റർ ആണ് എന്ന് പറയുന്നതിൽ നിന്ന് വരുന്ന ഒരു അറഗൻസ് ആണെന്ന് പുള്ളി അവിടെ സെൽഫ് റിയലൈസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതില്ലാതെ നമ്മളെങ്ങനെ മറ്റു മനുഷ്യരോട് ഒരു എമ്പതി കാണിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അവര് നമ്മളെ പോലത്തെ സ്റ്റേറ്റ് ആണ് നമ്മൾ റിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ ഇതിലൂടെ അല്ലേ കടന്നു പോകും. അവൻ കരുണ കാണിച്ചോണ്ട് അവൻ എന്താ കിട്ടിയത് എന്ന് ചോദിക്കാമല്ലോ ഇപ്പൊ വേണമെങ്കിൽ. കരുണ കാണിച്ചോണ്ട് മാത്രമല്ലേ, പിന്നെ വേറെ പരിപാടിക്ക് ചെറിയ ചിന്ന കരുണ കാണിച്ചുള്ളൂ. ഒരു ചിന്ന കരുണ, ഒരു കാപ്പ്, ഒരു ചായ കൊടുക്കുകയുള്ള ചായ തുടങ്ങിയതാണ് അവന്റെ ലൈഫ് ലോങ്ങിലെ പ്രശ്നം. ആക്ച്വലി അവന്റെ ലൈഫ് ലോങ്ങിലെ പ്രശ്നം അവിടെ തുടങ്ങിയതല്ല, അതിന് മുമ്പേ തുടങ്ങിയത്. ചായ അത് ഡബിൾ ആക്കി, ഡബിൾ ഇരട്ടിയാക്കി. അവർ ഒന്നാമത് ജീവിതത്തിൽ മൊത്തത്തിൽ അലമ്പായിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതാണ്ട് ഇവിടെ വേറൊരു അവരുടെ ജീവിതം എന്നെക്കാളും മൂഞ്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ മനസ്സിലൊരു ആശ്വാസം. നാച്ചുറലി ഉണ്ട്. പക്ഷെ ഒരു രീതിയിൽ നമ്മൾ ഈ പറയുന്നത് വിക്ടിം ബ്ലെയിമിംഗ് ആണെന്നും പറയാം. കാരണം പുള്ളി ചായ കൊടുത്തോണ്ടല്ല അവർ സ്റ്റോക്ക് ചെയ്യുന്നത്, അവര് സ്റ്റോക്കർ ആയതുകൊണ്ടാണ് അവർ സ്റ്റോക്ക് ചെയ്യുന്നതെന്നൊരു വെർഷനും ഉണ്ട് കേട്ടോ.
അതുകൊണ്ട് നാച്ചുറലി പറയണല്ലോ നമുക്കിപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ തന്നെ ഓപ്പോസിറ്റ് വേർഷൻ ഞാൻ തന്നെ പറയാണ്. അതായത് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് ആർക്കും ഒരു കരുണ, അല്ലെങ്കിൽ റോഡിൽ വീണ് കിടക്കുന്നവനെ ഒന്ന് പിടിച്ച് പൊക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവനൊരു കുപ്പി വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല എന്നില്ലല്ലോ. അത് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമാണ് നാച്ചുറലി. ഇപ്പം രണ്ടും ഉണ്ട്. പക്ഷെ ഇതാണ് എന്റെ ഈ ഒരു ഷോയുടെ പ്രശ്നം. ഇതാണ്, ഇതൊരു വല്ലാത്ത ഒരു സ്പേസിലാണ് അത് നിൽക്കുന്നത്. അതിനകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, ഒരുപാട് എലമെന്റ്സ് പറയുന്നുണ്ട് അതിനകത്തില്. കുറെ എലമെന്റ്സ്, ഈവൻ അതൊരു മെയിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നതാണെങ്കിൽ പോലും ഫീമെയിൽസിന് ഭയങ്കരമായിട്ട് നമുക്ക് ഇതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആണുങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഷോസ് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ആ ഒരു റൈറ്റ് സ്പോട്ടിലാണ്, ഒരു സ്വീറ്റ് സ്പോട്ടിലാണ് അത് കൊണ്ടുവച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത്രയും അറ്റൻഷൻ കിട്ടിയത്. കാരണം ഇത് UK-ലും US-ലും മാത്രമല്ല ഈ ഷോ ടോപ്ഡ് ആയിരുന്നത്. ഖത്തറിൽ ടോപ്പായിരുന്നു, ദുബായിൽ ടോപ്പായിരുന്നു. അപ്പം മെൻസ് വേൾഡ് ആണെന്നാ പറയുന്നത്. ആരായിരുന്നു അത് പറഞ്ഞത്? ചക്രവാണിയാണോ മെൻസ് വേൾഡ് ആണെന്ന് പറയുന്നത്? ആളുകളുടെ പെർസ്പെക്റ്റീവിന് കുറവില്ലെന്നും പറയുന്നു. അതെങ്ങനെ ശരിയാണ്? അതിനോട് അത് നമ്മളിപ്പം മലയാള സിനിമയിൽ ഇപ്പൊ പെണ്ണുങ്ങളെ കാണാനില്ല എന്നാണ് പറയുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ഉള്ളത്. കണ്ണൂർ സ്ക്വാഡിൽ എന്താ ഫീമെയിൽ ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറയുന്നത്. അങ്ങനത്തെ ആർഗ്യുമെന്റിന് അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഞാൻ യോജിക്കുന്നില്ല. ഇല്ല, അത് കഥകളുടെ ഇതാണ്. പക്ഷെ മെയിൽ വേൾഡ് അല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വിജയുടെ സാലറി എന്തായിരിക്കും ഇല്ലാത്തതെന്ന് ചോദിക്കുന്നവർ. അതൊക്കെ പീപ്പിള് ജിബ്രിഷുകൾ പറയുന്ന അങ്ങനെയല്ല, ആ ഒരു പെർസ്പെക്റ്റീവിലല്ല. അതെ തന്നെ മെയിൽ വേൾഡ് അല്ലെന്ന് പറയാൻ പറ്റും. ഇതൊരു മെയിൽ വേൾഡ് അല്ല, ഇതിനകത്തിൽ ആണുങ്ങൾക്ക് ഒരു മുൻകൈ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. അല്ലെ, ഇതിന്റെ തന്നെ അറിയോ, ബേസിക്കലി ഒരു കോൺസെപ്റ്റ് കുറെ നാളായിട്ട്, വർഷങ്ങളായിട്ട് ഇപ്പോഴും കുറെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, men are kind of tuned in a way that they find it embarrassing to cry or open up in front of others, be it in front of men or women. ലൈക്ക് ആരും ആയിക്കോട്ടെ, ഏത് ജെൻഡറിലുള്ള ആൾക്കാരോടും ആയിക്കോട്ടെ, ആണുങ്ങള് മറ്റേ ഇങ്ങനെ കരയാൻ പാടില്ല, ബ്രേക്ക്, അതിപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. നീ ഒരാണല്ലേ, നീ കരയാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ TV സീരീസ് ഒന്നും അല്ല. എന്നപ്പോൾ ഞാൻ പറയുന്നുണ്ടാന്ന് വെച്ചാല്, ആ ഒരു കോൺസെപ്റ്റ് തന്നെ എത്ര ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിപ്പോഴും ഉണ്ട്. അല്ല, വേറൊരു കാര്യമുണ്ട്. നീ ആണല്ലേ, നീ കരയല്ലേ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ നീ പെണ്ണല്ലേ, നീ വീട്ടുജോലി ചെയ്യണം, നാളെ നീ വേറെ ഒരുത്തന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ടതാന്ന് പറയുന്നവർ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് ഞാൻ പറയുന്നു. പിന്നെ ആൺപിള്ളേരെ വളർത്തുന്നതില് ഇപ്പം പിന്നെ ആൾക്കാർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ അല്ല, ഇതൊരു അൺസ്പോക്കൺ റിയാലിറ്റിയാണ്. മീൻസ് കരയരുതെന്ന് പറയുന്നത് ഒരു ജനറലി അണ്ടർസ്റ്റുഡ് എന്നുള്ള രീതിയിൽ. മറ്റേത് പറയുന്നുണ്ട്, ഇത് പറയാതെ പറയുന്ന ഒരു പരിപാടിയാണ്. മറ്റേത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ആണ് ഞാൻ പറഞ്ഞതാണ്. എന്താണ് നീ പറഞ്ഞത്? എന്താ, സോറി ഞാൻ എന്താണ് നീ പറഞ്ഞതിന്റെ പോയിന്റ്? അല്ല, പക്ഷെ കാര്യമുണ്ട്. ഇത് ഈ സീരീസ് കണ്ടപ്പോഴത്തേക്കും തന്നെ എനിക്ക് വന്ന ആദ്യത്തെ തോട്ടം എന്താണെന്ന് അറിയോ? അതായത് ആണുങ്ങളെയൊക്കെ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യുമോ, അതായിരുന്നു നമുക്കൊരു ആദ്യത്തെ ഒരു തോട്ട് വരുന്നത്. പിന്നെ എന്നെ ചെറുക്കനാണെങ്കിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യാൻ ഇതാരില്ലെങ്കിൽ പോയി കംപ്ലൈന്റ് ചെയ്യൂ. ഇതൊക്കെ ഇതിന് തന്നെത്താനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. അതൊക്കെ തന്നെത്താനെ ഡീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആണുങ്ങളുടെ ഒരു തോട്ട് വരുന്നത്. അത് ഞാൻ ഈ പറയുന്ന ഭയങ്കര എന്റെ മറ്റേ ഫെമിനിസം ഒക്കെ പറയുന്ന സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. അതായത് ആവശ്യമുള്ളപ്പോ മാത്രം ഫെമിനിസം പറയുന്ന സ്ത്രീ സുഹൃത്തുക്കൾ എന്നോട് തന്നെ പറഞ്ഞാണ്, നീ ഒരാണല്ലേ, ആണുങ്ങളെ പോലെ ഡീൽ ചെയ്യണമെന്ന്. അല്ല, ഈ ആണുങ്ങളുടെ പ്രശ്നം ആണുങ്ങൾ ഡീൽ ചെയ്യണം. ഇതുപോലെ ഇപ്പൊ പെങ്ങള് അല്ല ആരെങ്കിലും സ്റ്റോക്ക് ചെയ്താൽ അത് ഇവര് തന്നെ പോയി ഡീൽ ചെയ്യണം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പേഴ്സണലി ഓഫീസിലൊരു ഒരു സ്ത്രീ കാരണം എനിക്കൊരു ഇഷ്യൂ ഉണ്ട്. അതായത് എന്റെ ജോലി റിലേറ്റഡ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അതിനെ ഡീൽ ചെയ്യാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്റെ മറ്റൊരു
സ്ത്രീ സുഹൃത്ത് എന്റെ അടുത്ത് പറഞ്ഞു, എടാ ആണുങ്ങളെ പോലെ ഡീൽ ചെയ്യടാ, ആൺകുട്ടിയാടാന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അവളെ പോയി തല്ലാൻ What do you mean by പറ്റത്തില്ലല്ലോ. that? അതാ പറഞ്ഞേ. അപ്പൊ വേൾഡ് ഹാസ് എ വേ ഓഫ് ലൈക്ക് തിങ്കിങ് ദാറ്റ് ഓൾ മെൻ ആർ ലൈക്ക് സപ്പോസ് ടു ആക്ട് അപ്പ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നും അതൊന്നും അറിയത്തില്ല. ഇപ്പൊ ഇതിന്റെ അകത്താണെങ്കിൽ തന്നെ ഈ ടി വി സീരീസിന്റെ അകത്ത് ഇപ്പം അതിന്റെ അകത്ത് ആ ക്യാരക്ടറിന് നോ പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ പുള്ളി എന്തിലൊക്കെയാ പോയി ചാടുന്നത്. He doesn't know how to say no. അതുപോലെ പലർക്കും അറിയത്തില്ല നോ പറയാൻ. ചിലർക്ക് അല്ല കൺഫ്രണ്ട് ചെയ്യാൻ അറിയത്തില്ല നീ ചില പറഞ്ഞതിനോട് ഞാൻ കാര്യങ്ങള്. യോജിക്കുന്നു. പക്ഷെ ജെൻഡർ നോംസ് അസൈൻ ചെയ്യപ്പെടുന്നതല്ലെങ്കിൽ അത് മെയിൽ ആൾക്കാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ മെയിൽ എന്താണ് ഇതേ സിറ്റുവേഷൻ സെക്ഷുവാലിറ്റി ഉള്ള പെണ്ണുങ്ങൾക്കും ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ. മാത്രമല്ലെന്ന്. പെണ്ണുങ്ങൾക്ക് കാര്യം ഈ പെണ്ണുങ്ങൾ ആസിഡ് ഒഴിക്കുക ഇല്ലെന്നൊന്നും ഞാൻ അങ്ങനത്തെ പറയുന്നതല്ല. ഞാൻ പരിപാടികളൊക്കെ പറയുന്നത് ഉള്ളപ്പോഴേ ഞാൻ പറയുന്നത് എന്താ പറയാ, ആണുങ്ങളുടെ ഇങ്ങനത്തെ ഇഷ്യൂസിനെ പറ്റിയിട്ട് ആരും എവിടെ സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നില്ല എന്നുള്ളത് യോജിക്കുന്നു. പൂർണ്ണമായിട്ട് ഇറ്റ്സ് നോട്ട് യോജിക്കുന്നു. ബീങ് ലൈക്ക് ഇപ്പം സ്ത്രീകളുടെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ആളുകളുണ്ട്. പക്ഷെ ആണുങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അയ്യ നാണമില്ലാടാ എനിക്കൊക്കെ ഇത് പറഞ്ഞു അതിനാണ് നടക്കാൻ കേരളത്തിലൊരു പക്ഷെ അത് സംഘടന ഇപ്പൊ ഉള്ളത്. ആ ആ ഒരു ആ അതെ കോൺസെപ്റ്റ് അതെ ഉണ്ട്. അതെ. എന്താണ് അതിന്റെ പേര്? എന്താ? മെയിൽ സൊസൈറ്റിയോ മെൻ ഓൾ കേരള സൊസൈറ്റിയോ? മെൻസ് അസോസിയേഷൻ അങ്ങനെ അസോസിയേഷൻ. കണ്ടല്ലേ? അതെ വിമൻ അതെ അതെ. സൊസൈറ്റിയാണ്. ആവശ്യമില്ലാത്ത ആ കാര്യങ്ങളിൽ മാത്രം. അല്ല ഞാൻ പറയുന്നത് അത് മറ്റേ എന്ത് കാര്യം അതിന്റെ അകത്ത്. അതാ ഫ്ലാഷ് അടിച്ച ഒരു സംഭവം അല്ലായിരുന്നു മറ്റേ ഏതൊരു ആ പെണ്ണ് അതെ അതെ, ബസ്സിലെ ബസ്സിൽ ഇത് നിന്നാണ്ട് അതിനെങ്ങനെയാണ് ആ പറയുന്നത്? അത് തന്നെ അത് തന്നെ അപ്പോഴ് ഫ്ലാഷ് തന്നെ ചെയ്യാ. സിസ്. യെസ് യെസ്. അതെ. നമുക്ക് ഈ ചക്രവാണി കാലത്തെ കണ്ടിന്യൂ. പിള്ളേരുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാം. അതെനിക്ക് ഇച്ചിരി അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ശരിയാണ്. കേട്ടോ കണ്ടോണ്ടിരിക്കാൻ. അത് എനിക്ക് അറിയില്ല അത് എന്താണ് ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു കാര്യം ഉണ്ടത്. അത് പോട്ടെ, നമ്മള് ഓഫ് ദി ടോപ്പിക് പോകുന്ന അത് ഇതുമായിട്ട് ബന്ധമില്ല. ഒക്കെ പോട്ടെ. എന്താ ഉണ്ട് പോട്ടെ. അത് ചക്രവാണി പറഞ്ഞു പറയൂ, പോയി എന്താ കഴിഞ്ഞാൽ ചിലപ്പം പറഞ്ഞോണ്ടിരുന്നെ? അതെ അതെ അതെ. ഒത്തിരി അങ്ങ് പോവും. അതാണ് ചക്രവാണി ഡീറ്റെയിൽഡ് എന്താ ആയിട്ടൊരു പറഞ്ഞോണ്ടിരുന്നെ? ടോപ്പിക്കാണ്. പറഞ്ഞോണ്ടിരുന്ന എന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ടോപ്പിക്കാണത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ഇച്ചിരി യുദ്ധമായിരിക്കും ഓവർഡ്യൂസ് ഇവിടെ, ആയി ഒരു പോകും. യുദ്ധം. ചാനല് പാരാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടത്. ചക്രവാണി പറഞ്ഞോണ്ടിരുന്ന എന്റെ ബാക്കി പറയും. സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഞാനാണ് ഇന്ററപ്റ്റ് ചെയ്തത്? ആരാണ് ഇന്ററപ്റ്റ് ചെയ്തത്? അല്ല ഞാൻ ബേസിക്കലി അത്രേ പറഞ്ഞുള്ളൂ. ഇത് ഇപ്പം സ്ത്രീകളുടെ ഇപ്പൊ എല്ലാ വിഷയത്തിനെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. അതിനൊരു ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ, ബട്ട് ഇറ്റ് ഈസ് ബീങ് അഡ്രസ്ഡ് കോൺസ്റ്റന്റ്ലി വർഷങ്ങളായിട്ട്. ഇതിപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ആണുങ്ങളുടെ ഒരു വിഭാഗം ആണുങ്ങൾ ഇത് പറയാത്തതും ബാക്കിയുള്ളവർ കളിയാക്കുമെന്ന് പേടിച്ച് നിൽക്കുന്നവരും ഉണ്ട്. എന്നിട്ട് ഇവരെ തന്നെ ആണുങ്ങളും പക്ഷെ അതെ സ്ത്രീകളും അതെ ഏത് ജെൻഡർ ആണെങ്കിലും ആണുങ്ങളുടെ അടുത്ത് പറയുന്ന ഒരേ കാര്യം ആണാവടാ. അത് എനിക്കറിയില്ല. അങ്ങനെ പറയാം. മേ ബി ഒരു പേച്ചിക്ക് ചൊല്ലുന്നതായിരിക്കും. പക്ഷെ ആ പേച്ച് മാറ്റി. അതിപ്പോ വേറൊരു കാര്യം ഉണ്ടടാ. ഇതിപ്പോ ഈ ഒരു വ്യക്തമാക്കണം. ആണാവടാന്ന് പറയുന്നതിനേക്കാളും ഭേദം നമ്മൾ അവരോട് പറയേണ്ട എന്താന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്യാടാന്ന് പറയണം. റിയാക്ട് ചെയ്യണം. അല്ല എനിക്ക് ആണാവടാന്ന് മനസ്സിലായി പറയുന്നത് എങ്ങനെ ഒരു കോൺസെപ്റ്റ് നീ ആണെന്ന്. നീ പറയാൻ ചുരുങ്ങിയ ഉദ്ദേശിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ്. ഞാൻ ഐഡിയ ഭയങ്കര എനിക്ക് മനസ്സിലായി. ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കണമെന്നോ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് എവറി മെൻ ആർ ട്യൂൺ ടു വർക്ക് ഇൻ എ പെർട്ടിക്കുലർ ഒരു ഈ സോ കോൾഡ് ഇപ്പം ആനിമലിനകത്ത് പറയുന്ന പോലെ ആൽഫ സിഗ്മ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒന്ന് വർക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എല്ലാവർക്കും അറിഞ്ഞുകൂടാ. ചിലർക്ക് മനുഷ്യന്മാരെ കമ്പയർ ചെയ്യാതിരിക്കും നല്ലത്. അതാ പറയുന്നത്. അതിന്റെ അത് അകത്ത് പറയുന്നത് മനുഷ്യനല്ലല്ലോ. അതാ പറയുന്നത് കുറെ ഈ ആൽഫ സിഗ്മ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കുറെ കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്കും നോട്ട് എവ്രി വൺ ക്യാൻ ബിക്കം എൻ ആൽഫ ഓർ അങ്ങനത്തെ ഒരു സ്പേസിലേക്കൊന്നും എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലവര് ചില രീതിയിലാണ് അവരെ തന്നെ എന്താ പറയുന്നത്, ഈ ഒരുമാതിരി മറ്റേ പെണ്ണുങ്ങളെ പോലെ ബിഹേവ് ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ പെണ്ണുങ്ങളെ തന്നെ ആണുങ്ങളോട് പറയുന്നുണ്ട്. അല്ല ഒരു എനിക്ക് മനസ്സിലായി. സൊസൈറ്റിയിൽ എടാ അതൊട്ടും അത് പ്രാക്ടിക്കലും അല്ല. ഈ അല്ല ആൽഫയും വേറെ ഒരു സിഗ്മയും കാര്യം ആവുക എന്ന് ഉണ്ടടാ. പറയുന്നത്. ഇപ്പം ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വർഷങ്ങളായി പറഞ്ഞു വന്ന കുറെ ശൈലികളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിലല്ലാതെ ഞാൻ പറയാം. ഇപ്പം ഒരു ഭയങ്കര എയ്ത്തിയിസ്റ്റ് ആയിട്ടുള്ള ആള്
തലയിൽ തേങ്ങ വീഴുമ്പോഴോ അല്ലെങ്കിൽ ഉരുണ്ട താഴെ വീഴുമ്പോ എന്റെ ദൈവമേ എന്നേ വിളിക്കത്തുള്ളൂ. അത് അവൻ പറഞ്ഞ് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ മാറ്റാൻ ഇച്ചിരി സമയം എടുക്കും. ഞാൻ ഡിഫെൻഡ് ചെയ്യല്ല, പക്ഷെ ആ ഒരു ലാംഗ്വേജിന്റെ ഒരു പ്രശ്നമുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഞാൻ കുറെ നാളായിട്ട് അതിനെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് നമ്മളുടെ ആ ഒരു ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പറയരുത് എന്ന്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു ശൈലിയായിട്ട് അത് ഓക്കെ ആണ് പറഞ്ഞാലും എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതികളുണ്ടല്ലോ, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. മേ ബി അതിന്റെയും കൂടെ ആവാം കേട്ടോ. ഈ ആണിനെ പോലെ ആവുക, അല്ലെങ്കിൽ എന്താണ് നീ എന്തിനാ ഇപ്പൊ ഉറക്കെ സംസാരിക്കേ, ആണുങ്ങളെ പോലെ സംസാരിക്കേ, അതായത് ഇങ്ങനെ ഒതുങ്ങി നിക്കാതെ എന്നൊക്കെ പറയുന്ന പോലത്തെ, അതൊക്കെ ഇതിന്റെ ഇതിന്റെ ഇതാണ്. അവൻ ഇപ്പം സൈലന്റ് ആയിരുന്നു കഴിഞ്ഞാല് കുറച്ചുകൂടെ ഒരു ഊർജ്ജമൊക്കെ വേണം. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോ ഇത്തിരി അധികം ശബ്ദമൊന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാരോട് അങ്ങനെ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അത് അവന്റെ ആണത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. അതായത് ഇതിപ്പം ഇപ്പൊ ഫഹദ് ഫാസിൽ ഇപ്പം വെളിയിൽ വന്ന് ആ പുള്ളി പറഞ്ഞു പുള്ളിക്ക് ADHD ഉണ്ടെന്ന് പറഞ്ഞു, വിച്ച് ഇസ് ആക്ച്വലി എ ബ്രേവ് തിങ് ടു സേ. കാരണം അതൊരു കണ്ടീഷനാണ് ഒരു മനുഷ്യൻ പോകുന്നതും. അതിപ്പോ എന്താ പറയുന്നത്, പലരോടും നമ്മളിങ്ങനെ പറയും, നമ്മളൊരു കാര്യം ഡയഗ്നോസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ആൾക്കാർ പൊതുവെ സൊസൈറ്റിയിൽ പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ എത്ര കൊല്ലമായി, നീയൊക്കെ എന്തിലൂടെ പോയിട്ടുണ്ടെന്ന്. അത് തന്നെ ഒരു തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. ലൈക്ക് ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ബീയിങ് ഗോസ് ത്രൂ തിങ്സ് ദാറ്റ് നോബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് നമുക്കിപ്പോ നമ്മുടെ പ്രശ്നം നമ്മുടെ ഒരു ഗ്രാവിറ്റി ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഗ്രാവിറ്റിയിൽ വേറെ ഒരു ഹ്യൂമൻ ബീയിങ് മനസ്സിലാകത്തില്ല. ഐ എം നോട്ട് ടെല്ലിങ്, ഞാനൊരു ജെൻഡർ തിരിച്ച് സംസാരിക്കുമല്ല. ഇപ്പൊ ആ ബേബി റെയിൻഡിയർ നമ്മളിപ്പോ സീരിയസിനെ കണക്ട് ആയിട്ട് പറയുന്ന സമയത്ത് പുള്ളി പോയിക്കൊണ്ടിരുന്ന ഡിലേമ പുള്ളി ഫക്കപ്പ് ആക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് അറിയാം. ഹി നോസ് ദാറ്റ് ഹി ഈസ് മെസ്സിങ് ഇറ്റ് അപ്പ്, ബട്ട് അറ്റ് ദ സെയിം ടൈം certain things are not in his control, certain things he is enjoying. Like പുള്ളിക്ക് ആ ട്രോമ ബോണ്ടിങ് ഇഷ്ടമാണ്, പുള്ളിക്ക് ആ കെയോസ് ഇഷ്ടമാണ്, പുള്ളി അതിനെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മനുഷ്യർക്കൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താ, ഇപ്പൊ ഒരുപാട് പോസിറ്റീവ് പറഞ്ഞാലും ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് ആ നെഗറ്റീവിലേക്ക് പോകും. സോ ഇങ്ങനത്തെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കോൺസെപ്റ്റ്സിന് ഭയങ്കര ബോൾഡായിട്ടും ഭയങ്കര ഓപ്പൺ ആയിട്ടും ഭയങ്കര എന്താ പറയുന്നത് ഒരു എന്താ പറയുന്നത് കലർപ്പില്ലാതെ ആ സീരീസിന്റെ അകത്തൂടെ സംസാരിച്ചിട്ടുണ്ട്. അത് ഓരോ എപ്പിസോഡിന്റെ അത് കുഞ്ഞു നുവാൻസസിലായിട്ടൊക്കെ ഇത് പറയുന്നത്. നമ്മളെല്ലാം ഒന്നും ഓർത്തിരിക്കത്തില്ല. പക്ഷെ വൈൽ ഐ വാസ് വാച്ചിങ്, ഞാൻ ഇത് കണ്ട ഉടനെ ഞാൻ ഇതിന്റെ റിയാക്ഷൻ ആയിട്ട് ഞങ്ങള് ഗ്രൂപ്പിന്റെ അകത്ത് പോഡ്കാസ്റ്റിനൊക്കെ മുന്നേ പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഞാൻ കുമാരിയോടും ദിഗംബരനോടും ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ലൈക്ക് യുനോ ഹൗ റിലേറ്റബിൾ ദിസ് ഇസ്, ഹൗ എന്താ പറയുക പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്നു. അവന്റെ ഇത് ശരിക്കും പച്ചക്ക് പറയേണ്ട കാര്യങ്ങൾ പച്ചക്ക് എഴുതി വെച്ചിരിക്കുക. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് വേറൊന്നുമല്ല. ആ ഒരു ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു ഹിപ്പോക്രസി, അത് മനുഷ്യനെ എൻജോയ് ചെയ്യുന്നതും മനുഷ്യൻ വീണു പോകുന്നതും മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്തതും എല്ലാ കോൺസെപ്റ്റ്സും അതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഇംപ്രസ് മീ ആസ് എ വ്യൂവർ. എന്നെ ഇംപ്രസ് ചെയ്ത ഒരു കാര്യം അതായിരുന്നു, പുള്ളി ഓണസ്റ്റ് ആയിരുന്നു ഈ കഥ പറഞ്ഞപ്പോൾ. ഹി വാസ് വെരി ഓണസ്റ്റ്, ബിക്കോസ് പുള്ളിയെ ജഡ്ജ് ചെയ്യാം ആൾക്കാർ. നമ്മുടെ കൂട്ടത്തിൽ ഇന്നത്തെ സൊസൈറ്റി എന്താ, ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്കും അവൻ അങ്ങനെ ചെയ്തോണ്ടല്ലേ അവൻ ഇങ്ങനെ പറ്റിയത്, ഇങ്ങനെ പക്ഷെ ഹി വാസ് റിയലി ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്. ഹി കുഡ് ഹാവ് ഈസിലി ഫിക്ഷണലൈസ്ഡ് ലോട്ട് ഓഫ് തിങ്സ്. ഒബ്വിയസ്ലി TV സീരീസ് ആകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂട്ടിയൊക്കെ ഇടുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും എനിക്കത് കണ്ടപ്പം ഭയങ്കര റിയലിസ്റ്റിക്കും ക്ലോസ് ടു റിയാലിറ്റി, ഏറ്റവും ക്ലോസ് ടു റിയാലിറ്റി എന്ന് തോന്നിയ ഒരു TV സീരീസ് ആയിട്ടാണ് തോന്നിയത്. അതിന്റെ എൻഡിങ് ആണെങ്കിലും എന്താ പറയുന്നത്, ഒരു സൈക്കിൾ ഒരു പോസിബിൾ ആയിട്ടുള്ള സ്പോയിലർ ഇല്ല, പറഞ്ഞു എന്താണേലും നമ്മൾ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. ഫുൾ കഥയായിട്ട് പറയണ്ട, പറയാൻ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു. കഥ പറയുമ്പോ ഇച്ചിരി ബ്രൂട്ടല്ലായിരിക്കും, പക്ഷെ പറഞ്ഞോളൂ, പറയാനുള്ള പോയിന്റ് പറയുന്നത്. ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും ഡിസ്റ്റർബിംഗ് ഇതായിരിക്കും. അതിന്റെ എൻഡിങ് ആണെങ്കിലും ഇപ്പം അവള് ഇവന്റെ സ്റ്റോക്കർ വന്ന് ഇരുന്ന പോലത്തെ ഒരു പൊസിഷനിലാണ് അവൻ വന്ന് എൻഡ് ചെയ്യുന്നത്.
അത്രയും തകർന്നു തരിപ്പണമായിട്ട് വന്നിരിക്കുന്നു. അവിടെ ഒരു ബാർട്ടൻഡർ അവനോട് പിറ്റി തോന്നി അവൻ അത് കൊടുക്കുന്നിടത്താണല്ലോ എൻഡ് ചെയ്യുന്നത്. അപ്പം അതേ സിറ്റുവേഷൻ ആണല്ലോ അവനും ചെയ്തത്. അപ്പൊ അവിടെ അത് ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പൊ ഈ സ്കൂൾ ഇപ്പം ബുള്ളിങ്ങിന്റെ ഒക്കെ വിക്ടിം ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പിന്നീട് ബുള്ളീസ് ആവുന്നവരും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമയും മറ്റു കാര്യങ്ങളും കാണും. അവരും മേ ബി പാസ്റ്റിൽ ബുള്ളി ഭയങ്കര ഒരു ചെയ്യപ്പെട്ടവരോ. പോയിന്റ് കേട്ടോ അത്. അപ്പൊ ആ ഒരു പോയിന്റ്. അത് ആ ഒരു സംഭവം ഇതിന്റെ അകത്ത് ആ എൻഡിങ് കണ്ടപ്പോ ഞാൻ അതിനെ കുറിച്ച് ഓർത്തു. കാര്യം അവൻ അത്ര ഇതിലൂടെ കടന്നുപോയി. ആ പെണ്ണിന്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ അവക്കും പാസ്റ്റിലെ ആ ഒരു ഇതും ഒക്കെയാണ് അവളും ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് എത്തിച്ചേരുന്നത്. അതൊരു നമുക്കൊരു റീസൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ കുമാരിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാനത് പറഞ്ഞു, നിനക്ക് തോന്നിയോ ആ പുള്ളിക്കാരിയോട് ഒരു അലിവോ കരുണയോ എന്തെങ്കിലും തോന്നിയോ എന്ന് ഞാൻ ചോദിച്ചു. കാര്യം എനിക്ക് തോന്നിയില്ല. കാര്യം നമുക്ക് തോന്നാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്, അവരതിനു വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ആദ്യം തന്നെ ചോദിച്ചു, എന്തിനായിരിക്കും അവള് ഇങ്ങനെ ഒരു ആളെ ചൂസ് ചെയ്തത്? കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അട്രാക്റ്റീവ് എന്ന് നമ്മള് അതിന്റെ ആൻസർ വിചാരിക്കുന്ന ഞാനിപ്പോ പറയാം. ഒറിജിനലി അതായത് ഇതിനകത്തില് ഇദ്ദേഹത്തിന് ഈ മെയിൻ ക്യാരക്ടർ ഡോണി ഡൺ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഉപദ്രവിച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നത്, അതായത് റേപ്പ് കാര്യമാണെങ്കിലും രണ്ടാമത്തെ ഈ സ്റ്റോക്കിംഗ് കാര്യമാണെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിന് ഇദ്ദേഹത്തിന്റെ ഈ റിച്ചാർഡ് ഗാഡ് എന്ന് പറയുന്ന റൈറ്ററിന്റെ റിയൽ ലൈഫുമായിട്ട് സാമ്യമുള്ള ആൾക്കാരാണ്. ഇപ്പം അതിന്റെ കാര്യം ഞാൻ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ പറയാം. ഇതിന്റെ റിയാലിറ്റി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പക്ഷെ അത് ഒറിജിനൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ അവരുമായിട്ട് ഭയങ്കര ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ട്. അതുകൊണ്ടും കൂടെയാണ് കേട്ടോ. പക്ഷെ മറ്റേത് നീ പറഞ്ഞ പോയിന്റ് നീ കണ്ടിന്യൂ ചെയ്തോ. അതും ഒരു പോയിന്റ് ആണ്. പറഞ്ഞോളൂ. അല്ല, ഇപ്പം അതൊരു അട്രാക്റ്റീവ് അങ്ങനെ ഞാനങ്ങനെ ചിന്തിച്ചു നോക്കി. അത് അങ്ങനത്തെ ഒരു അതിപ്പം ഇത് അട്രാക്റ്റീവ് അല്ല, അത് അട്രാക്റ്റീവ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ അങ്ങനത്തെ അതിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ബട്ട് അങ്ങനെ ഒരു നമ്മളെ വിചാരിക്കുന്ന, അല്ലെങ്കിൽ കാര്യം പുള്ളിക്കാരിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല, പുള്ളിക്കാരി ഭയങ്കര ഷാബി ആയിട്ട് ഒരുമാതിരി അതിനു വേണ്ടിട്ട് നമുക്ക് കണ്ട ദയ തോന്നും എന്ന് നമ്മള് ഇപ്പം കുമാരി പറഞ്ഞ പോലെ എന്താ പറയാ, നമുക്ക് ദയ തോന്നിക്കുന്ന ആ ഒരു പൊസിഷനിൽ ഉള്ള ഒരു ലുക്കൊക്കെ ഉള്ള ഒരാളെയാണല്ലോ. ഇപ്പം എന്താ പറയുന്നത്, ഈ മറ്റേ സിനിമകളിലൊക്കെ കാണിക്കുന്ന പാവപ്പെട്ടവരാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കരിവാരി തേക്കുന്ന പോലത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഓൾറെഡി കളറുള്ള ആളാണ്, കുറച്ചങ്ങോട്ട് കറുപ്പിച്ച് വെക്കുക, കുറച്ചൊന്നും ഒരു സിമ്പതി തോന്നട്ടെ എന്നൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു ഇതുപോലെ ഈ പുള്ളിക്കാരിന് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കുറച്ച് ഇച്ചിരി ചബിയായിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്ത്, നല്ല അട്രാക്റ്റീവ് ആയിട്ട് കാണാൻ നല്ല മാന്യ, നല്ല സുന്ദരി എന്നൊക്കെ, അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഡ്രസ് ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ആറ്റിറ്റ്യൂഡ് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാനത് ചോദിച്ചു കുമാരിയോട്, എന്തിനായിരിക്കും അങ്ങനെ ചെയ്ത്. അപ്പൊ അവൾ എന്നോട് ചോദിച്ച ചോദ്യം, അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്ക് അയാളോട് സിമ്പതി തോന്നത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവനും ആ സിമ്പതി തോന്നിയത് കൊണ്ടാണല്ലോ അവനും അത് ആ ഒരു എന്തോ ചായ എന്തോ അല്ലേ ഓഫർ ചെയ്യുന്നു, കോഫിയാണെന്ന് തോന്നുന്നു ഓഫർ ചെയ്യുന്നു അല്ലേ, കോഫി ഓഫർ ചെയ്യും. ടീ. അപ്പൊ ആ ടീ ഓഫർ ചെയ്യണമെങ്കിൽ അവനും അത് തോന്നണമല്ലോ. ഇപ്പൊ ഇത്രയും വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നിരുന്ന് വിഷമിക്കുന്ന കണ്ടാലും നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു പിറ്റി തോന്നത്തില്ലേ? തോന്നാമല്ലോ, വേണമെങ്കിൽ തോന്നാം. ഒരാളുടെ സങ്കടം കണ്ടിട്ടാണെങ്കിലും നമുക്ക് തോന്നാമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു മനസ്സിലായി, അതായത് ആ ഒരു പിറ്റി നമ്മളിൽ നിന്നും ഇവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റിംഗ് ഒക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവുമല്ലോ ചിലപ്പം. റിയൽ ലൈഫിലും കൂടുതൽ ഇപ്പൊ ഈ എന്താ പറയുന്നത്, ഇപ്പം സൈക്കോസിനെ ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ വട്ടന്മാരാന്ന് തോന്നാത്തവരായിരിക്കുമല്ലോ ഏറ്റവും വലിയ വട്ടന്മാര്. അവർക്ക് നല്ല മാന്യമായിട്ട് പെരുമാറുന്നു, നല്ല ഡീസന്റ് ആയിട്ടൊക്കെ പെരുമാറും. പക്ഷെ പിന്നീടായിരിക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്കറിയാം. നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ വയലന്റ് ആവുന്നവരെ കണ്ടു കഴിഞ്ഞാല് ചിലപ്പോ അവരെ അത്രയൊന്നും ഉണ്ടാകത്തില്ല. അതുപോലത്തെ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന് ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് ചിന്തിച്ചു. എനിക്ക് അങ്ങനെ തോന്നി പെട്ടെന്ന്. അങ്ങനെ ഒരു ഭയങ്കര നല്ല നമുക്ക് കണ്ടാലും ഭയങ്കര എന്താ പറയുന്ന അടുക്കാൻ തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ എന്ത് സംഭവിച്ചേനെ. അപ്പൊ അതിന്റെ സിറ്റുവേഷൻ കുറച്ചുകൂടി കൂടുതൽ ഇതാവത്തില്ലേ? ഇപ്പൊ ഈ ആൾക്കാര് എന്താ പറയുക ചോദിക്കത്തില്ലേ, ഇത്രയും ലുക്കുള്ള ഒരു പെണ്ണ് നിന്റെ പറയാണെന്നിട്ട് നീ അതൊരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നു എന്ന് ആ ഒരു പോയിന്റിനെ കുറച്ചുകൂടെ അതങ്ങ് സ്ട്രെസ് ചെയ്യത്തില്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എന്ത് തോന്നുന്നു അങ്ങനെ?
പക്ഷേ ഇതിനകത്തില് അത് അവര് മനഃപൂർവ്വം സെറ്റിംഗ് ചെയ്തതാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം ഒറിജിനൽ ലൈഫുമായിട്ട് അത്യാവശ്യം സാമ്യതയുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു അപ്രോച്ച് എടുക്കാഞ്ഞത്. പക്ഷേ വേണമെങ്കിൽ പറയാം, അതായത് ഒരു കുറച്ചും കൂടെ എന്താണ് ഫിസിക്കൽ അപ്പിയറൻസിനേക്കാളും കുറച്ചുകൂടെ കാണുമ്പം ഷാബി അല്ലാത്ത വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ശരിയാണ് മേ ബി. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം അവര് വന്നിരിക്കുമ്പോൾ അവർക്ക് ചായ ഓഫർ ചെയ്യുന്നതിന് മുമ്പേ ചായ ഓഫർ ചെയ്യുന്ന സമയത്ത് ഇയാൾ ചായ എടുക്കാൻ പോകുമ്പം ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ജോലി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഐ എം എ ലോയർ എന്ന് പറയുമ്പോൾ ഇവൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, കളിയാക്കി. ലോയർ എന്ന് പറഞ്ഞു ചിരിക്കുന്നുണ്ട്, ഒരു പുള്ളിക്കാര് പറയുന്ന പുള്ളിക്കാര് ഭയങ്കര വലിയ തിരക്കുള്ള നന്ദഗോപാൽമാരാർ റേഞ്ചിലുള്ള ആളാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാര് പറയുന്നത്. പുള്ളിക്കാരി സ്വയം തള്ളി മറികി വരുന്നത് അതിൻ്റെ അത്. പക്ഷെ അതേ സമയത്ത് തന്നെ കാണാമായിരുന്നു അതിന്റെ പേരെന്താ പുള്ളിക്കാരത്തിയുടെ അവസാനം വരുമ്പോഴത്തേക്ക് ആ ലോ ഡിഗ്രി എടുത്ത് പിടിക്കുന്നുണ്ടല്ലോ. ആൾ ആക്ച്വലി എന്തോ ഒരു ലോയർ തന്നെയാണ്. ഫ്രിഡ്ജില് മറ്റേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവര് ലോയർ ആണ്, ബട്ട് സക്സസ്ഫുൾ അല്ല. അവര് പറയുന്ന അത്ര ഒരു പകുതി കള്ളം, ഇച്ചിരി സത്യം, ബാക്കി കള്ളം. ചെറുതായിട്ട് തള്ളൊക്കെ ഉണ്ട്. എക്സാജറേറ്റഡ് ആയിട്ടുള്ള തള്ളാന്നേ ഉള്ളു. ഫോട്ടോഷോപ്പ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഒക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതെ, ഡീറ്റെയിൽ ഒക്കെ ഉണ്ടായിരുന്നു. സെൻഡ് ഫ്രം ഐഫോൺ. അതെ അത് പുള്ളിക്കാരി ടൈപ്പ് ചെയ്ത് കേട്ടുന്നത്. ഞാനതിങ്ങനെ ആലോചിച്ചത് ബ്രില്യന്റ് ആണല്ലോ. ഭയങ്കര മറ്റേ നോർമൽ ഫോൺ കാണിച്ചിട്ട് അതിന്റെ പേര് സെൻഡ് ഫ്രം മൈ ഐഫോൺ. നാളെ തൊട്ട് നമുക്ക് ഇനി അങ്ങനെ മെസ്സേജ് അയക്കണം, സെൻഡ് ഫ്രം മൈ ഐഫോൺ. അല്ല, പക്ഷെ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ആൻഡ്രോയിഡിൽ നിന്ന് വരുവാണെങ്കിൽ വേറെ കളറിലാണ് കാണിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, പച്ചയോ നീലോ അങ്ങനെ എന്തോ വ്യത്യാസമുണ്ട്. ഐഫോൺ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡിൽ സെറ്റിംഗ്സ് അല്ല ഇത്. 2015 ആ ഒരു സെറ്റിംഗ്, ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു സംഭവം അല്ല. ആ ഒരു ടൈം റേഞ്ച് ആണ് ഇത് നടക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് അത്രയോ അല്ല. അതിന്റെ പേരെന്താ, പുള്ളിക്കാരി ഫോൺ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. പരീക്ഷ നോക്കാന്ന് ഇവള് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ നീ നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് ഐഫോൺ ഉള്ളവർക്ക് അത് മനസ്സിലാവും, നീ ഏതിന്ന് അയച്ചത്, നീ ലോക്കലാണെന്ന് അവർക്ക്. അതൊക്കെയാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു പുള്ളിക്കാരത്തി ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ പിന്നെ അതിനേക്കാളും ഒരു പഴയ ഒരു മോഡൽ ഐറ്റം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങളെല്ലാരും സീരീസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറെ ഫീലിങ്സ് ഒക്കെ വന്നല്ലോ. ഇപ്പം നിങ്ങളുടെ ക്രീപ്പി മീറ്ററിൽ ഏറ്റവും കൂടുതൽ ക്രീപ്പിയസ്റ്റ് ആയിട്ടുള്ള സീൻ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇന്ന പോയിന്റിലാണ് എനിക്ക് ഏറ്റവും ക്രീപ്പി ആയിട്ട് തോന്നിയത്, ഇതിൽ കൂടുതൽ ക്രീപ്പിനെസ് എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് തോന്നിയ ഒരു സീൻ ഏതാണ് എല്ലാവർക്കും? അത് അളിയനെ മറ്റേ പാലത്തിന്റെ സൈഡിൽ വെച്ചിട്ട് പിടിച്ചില്ലായിരുന്നു മോനെ. എന്താ ഈ കുട്ടി കാണിക്കണേ എന്നുള്ള രീതിയിലായി പോയി. ജോക്സ് അപ്പാർട്ട്, ഇറ്റ്സ് എ വെരി ഇൻഅപ്രോപ്രിയേറ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി ഡാർക്ക് സ്പേസ് ടു ബി. അത് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ആ സീൻ കണ്ടപ്പം. കാരണം പുള്ളിക്ക് അവരോടൊരു സിമ്പതി ഉണ്ട്. പിന്നെ അവര് ഒരു വല്ലാത്ത സ്പേസിലാണല്ലോ അത് ആ ഒരു ക്യാരക്ടർ നിൽക്കുന്നത്. ഞാൻ ആദ്യം ഓർത്തു ഇനി ഇയാളിത് എൻജോയ് ചെയ്യുകയാണോ എന്താണ്. എനിക്ക് അങ്ങോട്ട് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായതോ പുള്ളി പാനിക് ചെയ്യുകയാണ്, പുള്ളിക്ക് ബുദ്ധിമുട്ടാണിത്. അയ്യോ, അതിന്റെ അകത്ത് നിന്ന് പുള്ളിക്ക് അങ്ങോട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഇതെന്താണ് സംഭവിക്കുന്നത് എന്താണ് എന്ന് ഞാൻ ഓർത്തായിരുന്നു. പക്ഷെ ശരിയാണ്, ആ സീൻ ഭയങ്കര ക്രീപ്പിയാണ് കേട്ടോ. ശരിയാണ്. പിന്നെ ഡോക്ടർ സിൻസ്, നിനക്ക് അല്ലെങ്കിൽ ദിഗംബരൻ, ഡോക്ടർ സിൻസ് പറയൂ, ഏതാണ്? അതിനു മുമ്പ് തന്നെ അവളാ വീട്ടിൽ വന്ന് കേറിയായിരുന്നല്ലോ ഇവളുടെ ആ ഒരു ഗേൾഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ വന്ന് കേറിയായിരുന്നല്ലോ അവള്. എനിക്ക് ആ സീൻ കണ്ടപ്പോ തന്നെ അതിന്റെ പേരെന്താ, ഞാനൊരുമാതിരി പേടിച്ചൊരുമാതിരി ഒരു അവസ്ഥയിലിരിക്കുവായിരുന്നു. ഈശോ ഇവിടെ വന്നു, എന്റെ പൊന്നെ ഇവർക്ക് പ്രാന്താണ്. അത് മാത്രമല്ല, പുള്ളിക്കാരിയുടെ മോന്തൊക്കെ എന്താണ്ട് കൊക്കക്കോളയോ എന്താണ്ട് പണ്ടാരെ ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. വല്ല ആസിഡും എല്ലാം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഞാൻ ഇങ്ങനെ ഓർക്കെടുത്തിട്ടാമോ. ഇച്ചിരി ഭീകരാണ്. അതെ, ആ ഒരു ലെവൽ അവസ്ഥ വന്നപ്പോഴത്തേക്കും ചെറുക്കനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നൊരു സിറ്റുവേഷൻ വരെ ആക്കിയായിരുന്നു അവളെ. എനിക്കത് കണ്ടപ്പോഴത്തേക്കും തന്നെ ആ ഒരു സീൻ കണ്ടപ്പോഴത്തേക്കും തന്നെ എന്റെ പകുതി കിളി പോയിരിക്കും. ഏകദേശം ഒരു 90% കിളി പോയിരുന്നത് കാര്യം പറഞ്ഞാല്.
100% പിന്നെ പോയത് മറ്റതിന്റെ പേരെന്ത് ഇവൻ തന്നെ ഇവളുടെ അടുത്ത് പോയി ചെയ്യുന്നുണ്ട്. അതാണ് വേറൊരു സംഭവം. അത് ആ, എനിക്ക് ഭയങ്കര ഫക്ടപ്പായിട്ട് തോന്നിയത് അവിടെയാണ്. എനിക്ക് അതാണ് എനിക്ക് അതല്ല എനിക്ക് അതല്ലേ ഇവള് പിന്നെ ചെയ്യുന്ന സംഭവിച്ചത്. ക്രീപ്പിനെക്കാളും കൂടുതലേ ഇവൻ പോയിട്ട് ഈ ദീനാനുകമ്പ കാണിച്ചുകൊണ്ട് മറ്റേ ബസ് സ്റ്റോപ്പിലൊക്കെ പിടിക്കുമ്പോ പോയിട്ട് പതപ്പിടിപ്പിക്കുന്നു, ഏ, വീട്ടിൽ മൂക്ക് കൊണ്ടുപോയിട്ട് ചീറ്റിക്കുന്നു. ചാച്ചിക്കുന്നു, ആ പരിപാടിയൊക്കെ മാമണ്ട് കിടന്നുറക്കുന്നു. ആ പരിപാടിയൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവന്തേ നിനക്ക് ഇതൊന്നും പോരെ. അത് എനിക്ക് അവളുടെ ക്രീപ്പിനേക്കാളും കൂടുതൽ ഇവന്റെ ക്രീപ്പിയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതുണ്ടല്ലോ എന്നാലും അതെനിക്ക് എനിക്കത് എന്താ പറയുന്നേ, അത് അവനെ കുറ്റം പറയാനും തോന്നിയില്ല. കാര്യം എനിക്ക് അവൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മേ ബി ഞാൻ ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അവന്റെ ആ ഒരു ചിന്താ ശൈലി എനിക്ക് പിടികിട്ടി, എന്തുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു. കാര്യം ഞാനത് പറയുന്നുണ്ട്, ഞാൻ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കുമാരിയോട് അത് പറയുന്നുണ്ട്, ഇവന് വേറെ പണിയൊന്നുമില്ലേ, ഇവൻ എന്തിനാണ് പിന്നെയും പോകുന്നത്, ഇതേ പിന്നെയും പോകുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ കമന്ററി കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്കറിയാം അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, എന്താണ് അവന്റെ ഒരു ചേതോവികാരം എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് പക്ഷെ എന്നാലും അല്ല, പറഞ്ഞ പോലെ ചിലപ്പം ഇങ്ങനെ നമ്മളാണെങ്കിൽ അത് ചെയ്യത്തില്ലേ? നമ്മളാണെങ്കിൽ അവിടെ ഇരുന്ന് ആ ഉറങ്ങുന്നതായിരിക്കും ഞാൻ അങ്ങനെ ഞാനേക്കാളും ആലോചിച്ചത്. ഞാൻ ഉം. അങ്ങനെ ആലോചിച്ചത് ഇപ്പൊ ഈ പോയിന്റിൽ ഞാനാണെങ്കിൽ, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അത് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. കാര്യം നമ്മള് ഇപ്പം ചില കാര്യങ്ങളിലൊക്കെ, അതായത് നമ്മളിങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഒരു അബ്യൂസോ അല്ല എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിന് നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. അത് പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് പിന്നെ അങ്ങോട്ടത് ഇനിയിപ്പോ എന്റെ വിധിയാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് മേ ബി ഞാൻ ചെയ്ത എന്തെങ്കിലും ഇതിന്റെ ഭാഗമാണെന്നുള്ള അതിന്റെ ഒരു കർമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മൾ നമ്മളെ തന്നെ അതിനെ അങ്ങോട്ട് ഐ ഡിസേർവ് ദിസ് എന്നുള്ള രീതിയിൽ ഇന്റേണലി നമ്മളെ തന്നെ ബ്ലെയിം ചെയ്ത് നമ്മളത് എനിക്കത് ഭയങ്കരമായിട്ട് എംപത്തൈസ് ആ ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് ആണ്. നമ്മളത് ചെയ്യും. നമ്മൾ ആ കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് കാരണമാണ് എന്നെ അയാൾ എനിക്കിങ്ങനെ ഇങ്ങനെ ഇപ്പൊ ചെയ്തത്. സംഭവിക്കുന്നത്. എനിക്കിത് കിട്ടണം. കാര്യം ഒന്നെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഇതായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മേ ബി ഇങ്ങനെയാണ് എന്റെ ലൈഫ്, ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ അങ്ങോട്ട് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്ത് നമ്മൾ ആ ഒരു ഫേറ്റിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ അതിന് റിയാക്ട് ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ എന്റെ വർക്കിംഗ് സ്ഥലത്ത് എന്റെ മാനേജർമാരുടെ ടോർച്ചർ അനുഭവിക്കുന്നവര് നമ്മൾ അങ്ങോട്ട് കുറച്ചങ്ങോട്ടങ്ങ് അക്സെപ്റ്റ് ചെയ്യും. നമ്മളിനിയിപ്പോ റിയാക്ട് ചെയ്തിട്ട് എന്താ കാണിക്കാന്. അതൊരു പെട്ടെന്ന് പറയാനായിട്ടുള്ള ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ഇപ്പൊ ഇവർക്കെതിരെയൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇവിടുത്തെ ഒരു ഇതനുസരിച്ച് കമ്പനീസിലൊക്കെ എന്താ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് സംസാരിക്കാം എന്നൊക്കെ പറയും. പക്ഷെ പിന്നീട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ എന്തെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റൈൽ വർക്ക് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞവനെ അടിച്ച് പുറത്താക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ കുറച്ച് നാൾ വരെ അങ്ങനത്തെ രീതിയിലാണ്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഞാനതങ്ങോട്ട് കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നിന്നു. പക്ഷെ പിന്നീട് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടായി. പക്ഷെ എന്നാലും ആ ഒരു പോയിന്റ് വരെ നമ്മൾ അതങ്ങോട്ട് ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് എന്താ പറയുന്നത് ഇവിടെ ആരുമില്ല, ഞാനിത് ഇനിയിപ്പം ഉള്ള പണിയും കൂടെ കളയേണ്ട കാര്യമുണ്ടോ, ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാനതങ്ങ് വിട്ട് കളഞ്ഞു. അപ്പൊ അതൊരു ചെറിയ സംഭവമാണ്, അവന്റെ കേസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇവനും അതുപോലെ തന്നെ അവൻ ആ ഒരു രീതിയിൽ അവനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവന്റെ ഫെയ്റ്റ് അതാണെന്നുള്ള രീതിയിൽ അവന് മുമ്പ് നടന്നതും ഇപ്പം നമ്മുടെ ഡോക്ടർ സിൻസ് പറഞ്ഞ പോലെ അവന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൻ എക്സ്ട്രീംലി കോഷ്യസ് ആയിട്ടിരിക്കുന്ന ആളാണ്. ജെൻഡർ ഭേദമന്യേ ആര് വന്നു കഴിഞ്ഞാലും ഒരു 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 വാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കേണ്ട ആളാണ് അവൻ. പക്ഷെ എന്നാലും അല്ലാതെ അവൻ പക്ഷെ പുള്ളി വോള് ആ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ക്രിയേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആൾക്കാരുടെ അടുത്തല്ലെന്നേ ഉള്ളൂ. ആ അതായത് അതാണ് പുള്ളിക്കാരന് ഒരു റോങ് ആയിട്ടുള്ള പ്രോപ്പർ ലവ് ആൾക്കാരുടെ അടുത്ത്. ലൈഫ് ഉണ്ട്.
അതെ അതെ, അതെനിക്ക് അത് പുള്ളി പറയുന്നുണ്ട്. അത് മുമ്പേ ചക്രപാണി പറഞ്ഞപ്പോ മറ്റേ ആ 6th എപ്പിസോഡിലെ പുള്ളിയുടെ ആ ഒരു കൺഫെഷൻ സീനിൽ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഞാൻ എന്നെ അവളെ എനിക്ക് അവളോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രണയമായിരുന്നു. പക്ഷെ അവളോടുള്ള പ്രണയത്തിനേക്കാൾ കൂടുതൽ എന്നെ വെറുക്കുന്നതാണ് ഞാൻ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പം വോൾ ക്രിയേറ്റ് ചെയ്തു, ബട്ട് റോങ് ഏരിയകളിലാണ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ റോങ് പേഴ്സന്റെ അടുത്താണ് അത് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതായിരുന്നു പ്രശ്നം. ഓപ്പൺ അപ്പ് ആവേണ്ട ആളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആയില്ല. എങ്കിലും മറ്റേ ദിഗംബരൻ ഒരു സീൻ പറയാനാണെങ്കിൽ എന്ത് പറയും? ക്രീപ്പിയസ് സീൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അയ്യ എന്റെ അമ്മ എന്ന് തോന്നിയ സീൻ. ക്രീപ്പി സീൻ എന്ന് പറയുമ്പോ ഇപ്പം മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അല്ലാണ്ട് പറയാനായിട്ടാണെങ്കിൽ കോമഡി ഷോയുടെ ഇടയിൽ വന്നിരുന്നിട്ട് അപരാധം കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അവിടെ വന്നിരുന്നിട്ട് അവനെ ഇങ്ങനെ ഇവനെ എനിക്കറിയാം, ഇവനാണ് വെറും തെണ്ടിയാണെന്നുള്ള രീതിയിൽ അവന്റെ ചരിത്രമൊക്കെ വിളിച്ച് പറയുന്നത്. അത് ആ ഗേൾ ഫ്രണ്ടിനെ, അവന്റെ രണ്ടാമത്തെ ഗേൾ ഫ്രണ്ട് ആളൊരു ട്രാൻസ്ജെൻഡർ ആണ്, അത് വെച്ചിട്ട് പുള്ളിക്കാരി കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് എന്താ പറയുന്നത്, ഇവൻ ആ ഒരു രീതിയിൽ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇച്ചിരി ഭീകരമായിരുന്നു. അത് എനിക്ക് നീ ഈ സീൻ ഓർക്കുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ഹൃദയമിടിപ്പൊക്കെ കൂടിയ ഒരു സീൻ ഇതാണ്. മറ്റേ പുള്ളിക്കാരി ഇങ്ങനെ പറയത്തില്ലേ, ഒരു സിബ്, അതായത് ഹ്യൂമൻസ് ഒരു ഹ്യൂമൻസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പുള്ളിയുടെ ചിന്നിന്റെ അവിടെ നിന്ന് സിബ് ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് പുക്കളിന്ന് അവിടം വരെ, ആ ഒരു ബെല്ലി ബട്ടൺ ഏരിയ വരെ പുള്ളിക്കാരി ഇങ്ങനെ താഴോട്ടായി. അത് കണ്ടപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ ഓർത്തു, എന്റെ ദൈവമേ, ഇവന് ഭ്രാന്താണോ, എടാ പോലീസിന്റെ അടുത്ത് എല്ലാം പോടാ എന്ന് ഞാൻ ഓർത്തു. കാരണം അത് ഇച്ചിരി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. എനിക്കറിയില്ല അത് ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതെന്ന് വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇതിന്റെ ഒരു പോയിന്റ് റിസോൾവ് ആയോന്നും നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരി ജയിലിലോട്ടൊക്കെ പോകുന്നുണ്ട്, പിന്നെ ഇറങ്ങിയിട്ടാണേലും പുറകെ വരാല്ലോ. അല്ല അവനെ നാട് വിട്ട് അവൻ സുകുമാരക്കുറിപ്പായി മാറേണ്ടി വരും, പിന്നെ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ പോകേണ്ടി വരും. ഞാൻ ഓർത്ത്, ഞാനത് കുമാരിയോട് പറയുകയും ചെയ്തു, ഇത് മേ ബി ഒന്നെങ്കിൽ ഇവൻ എന്താ പറയുന്നത്, ഇവളെ തട്ടേണ്ട വരും ഈ അവസ്ഥയിലാണെങ്കിൽ, ആ ഒരു രീതിയിലോട്ട് പോകുമോ എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ ചിലതൊക്കെ ഇപ്പം പുള്ളിക്കാരിയുടെ ഇതിലെ എന്താ പറയുന്നത്, പണിഷ്മെന്റ് കിട്ടി ജയിലിൽ പോകുന്നതോടെ പുള്ളിക്കാരി ഒതുങ്ങിയതുപോലെയാണ് കാണിക്കുന്നത്. ബട്ട് അത് ഒരു ശാശ്വതമായ പരിഹാരമാണോന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ എന്തോ ചെയ്യാനും പറ്റുന്നേ. നിസ്സഹായ അവസ്ഥയാണല്ലോ ഇത്. റെസ്ട്രെയിനിങ് ഓർഡർ വാങ്ങിക്കാം, ഒക്കെ ചെയ്യാം, പക്ഷെ എന്നാലും അത് 5 ഇയേഴ്സിലേക്ക് അവര് റൂൾ ചെയ്തിട്ടുള്ളൂ. ഇത്രയും വലിയ പരിപാടികൾ വീട്ടുകാരെ വരെ സ്റ്റോക്ക് ചെയ്തിട്ടും 5 വർഷത്തെ ശിക്ഷ ആ സ്ത്രീക്ക് കൊടുത്തിട്ടുള്ളൂ. അത് എന്ത് എക്സ്റ്റെന്റ് എന്ന് അറിയത്തില്ല. പ്രിസൺ സെന്റൻസ് ഉണ്ടായിരുന്നോ? എനിക്കത് ഓർമ്മയില്ല. പ്രിസൺ സെന്റൻസ് ഉണ്ടായിരുന്നു, 6 മാസത്തെ അതിനുശേഷം 5 വർഷത്തെ റെസ്ട്രെയിനിങ് ഓർഡർ ഉണ്ട് അവൾക്കെതിരെ. അതാണ് ആ പടത്തിന്റെ. പക്ഷെ എന്നാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത റെക്കോർഡിംഗ് എല്ലാം പിന്നെയും കേട്ടോണ്ടിരിക്കുമല്ലോ. അതെ, ഇത് ചെറുക്കനാണെങ്കിൽ ഇതെല്ലാം എന്റെ പേരിന്റെ കാറ്റഗറൈസ് ചെയ്തൊരു ഫോൾഡറിലൊക്കെ ആക്കി വൻ സംഭവത്തിലേക്ക് അവന്റെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ബാറിലിരുന്ന് ചെറുക്കനാണെങ്കിൽ അങ്ങ് കംപ്ലീറ്റ് ഡള്ള, എന്നിട്ട് അതിരുന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ആശ്വാസം. പേഴ്സ് എടുക്കാൻ മറന്നുപോയി, പക്ഷെ പോഡ്കാസ്റ്റ് കേൾക്കാൻ മറന്നില്ല, പേഴ്സ് എടുക്കാൻ മറന്നു. എന്റെ പെണ്ണല്ലേ, അതുകൂടെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അതിനു മുമ്പ് വരെ കുഴപ്പമില്ല എന്ന് വെച്ചത്, ഇതായപ്പോഴത്തേക്ക് ഇവന് ഭ്രാന്താണെങ്കിൽ ചില സമയത്ത് അതായപ്പോഴത്തേക്കും തോന്നിയാണ് സത്യം പറഞ്ഞ ഇതൊക്കെ കണ്ടിട്ടും. പക്ഷെ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവനാണെങ്കിൽ ആ അറ്റൻഷൻ അവനാണെങ്കിൽ എപ്പോഴും സീക്ക് ചെയ്യുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. അവന്റെ ജീവിതത്തിൽ അവൻ ആ ഒരു അറ്റൻഷൻ, കാരണം അവൻ എപ്പോഴും ഫേമസ് ആയിട്ട് ഒരു ആക്ടർ ആകണം, അത് കൊമീഡിയൻ ആക്ടറല്ല, കൊമീഡിയൻ ആകണം എന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവനെ ഒരു അറ്റൻഷന് വേണ്ടിയാണ് ആദ്യം തൊട്ട് അവൻ പ്രവർത്തിച്ചത്. ഇവൻ ഇവിടെ കാര്യം പറഞ്ഞപ്പോഴേ
ഞാൻ ഇവളോട് പറഞ്ഞു, ഇവൻ അവതരിപ്പിക്കുന്ന കോമഡിനേക്കാളും ഗംഭീരമായിരിക്കും ഇവൻ അന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു നാവെടുത്തതും കഴിഞ്ഞിട്ട് ആ അടുത്ത എപ്പിസോഡിലായിരുന്നു എപ്പിസോഡിലാണ്. അവന്റെ ബ്രേക്ക് ഡൗൺ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേ, ഈ പോലീസുകാരുടെ കാര്യം പറഞ്ഞപ്പോഴേ, കേരള പോലീസ് ആയിരുന്നെങ്കിൽ ചിലപ്പോ ഇവരെക്കാളും കുറച്ചുകൂടെ എന്താ പറയുന്നത്, എന്താണ് കാര്യങ്ങൾക്ക് ചിലപ്പോ ഒന്ന് അതെ നടപടി നിങ്ങളുടെ എല്ലാവരുടെ ഉണ്ടാവുമോ അഭിപ്രായം എന്നുള്ള എങ്ങനെയാണ്? ഒരു കേരള പോലീസ് ആണെങ്കിൽ ആണാണ് ഒരാണ് വന്നിട്ട് പറയണ എന്നെ ഒരാൾ സ്റ്റോക്ക് ചെയ്യുന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ കൊടുത്തേനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അവര് ചക്രപാണി വേറെ എങ്ങനെയായാലും രീതിയിൽ അത് ഡീൽ ചെയ്യില്ല പറയൂ. എന്നുള്ളത് ഇനീഷ്യലി ഉണ്ടാവും എന്നറിയില്ല. ബട്ട് ഇങ്ങനത്തെ ഒരാളാണ്, ഒരു സീരിയൽ സ്റ്റോക്കർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരുടെ ഇതിന്റെ അകത്തെ പോലീസ് കാണിച്ച പോലെ ആയിരിക്കില്ല അവര് ഡീൽ ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഓരോ കൺട്രിയിലും പോലീസ് പ്രൊസീജിയേഴ്സ് ആർ വെരി ഡിഫറെന്റ്. അപ്പൊ നമ്മുടെ ഇവിടെ ആക്ഷൻ എടുക്കുന്ന രീതിയിലല്ല അവിടെ ഉള്ളത്. അവിടെ ഇങ്ങനെ ഓരോ പ്രൊസീജിയർ ബൈ പ്രൊസീജിയർ ആയിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ സിനിമയിൽ യൂഷ്വലി കാണുന്ന പോലെ അല്ലല്ലോ യഥാർത്ഥത്തിലുള്ള പോലീസ് സ്റ്റേഷൻ. ഇപ്പൊ UK പോലീസ് പ്രൊസീജിയർ മൈറ്റ് ഹാവ് ബിൻ ഡിഫറെന്റ്. ഇപ്പൊ നമ്മള് റൂക്കി എന്ന് പറഞ്ഞ സീരീസ് കാണുമ്പം, ഇപ്പൊ അമേരിക്കൻ ഒരു സീരീസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അമേരിക്കൻ പോലീസ് ഓരോ കാര്യങ്ങളിലേക്ക് റിയാക്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അത് അറ്റൻഡ് ചെയ്യുന്ന കേസുകൾ പലതാണ്. അപ്പോ UK പോലീസ് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റോക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റോക്കർ എന്താണെന്ന് ചോദിക്കുന്ന ടൈപ്പ് പോലീസ് ആയിരിക്കും നമ്മുടെ നാട്ടിലുള്ളത്. ആണോ? കാരണം നമുക്ക് അങ്ങനെ ഒരു അത്ര ഇതാണോ നമ്മുടെ പോലീസ്? എനിക്കറിയില്ല. അല്ല. എനിക്ക് അതിനെ ഇപ്പൊ കുറിച്ച് ഇപ്പൊ ഇപ്പൊ ഒരു സ്ത്രീയാ പറയുന്നെങ്കിൽ അവര് പൂവാല obviously ശല്യം പറഞ്ഞു റിയാക്ട് ചെയ്യും. കഴിഞ്ഞാല് റിയാക്ട് ചെയ്യും. പക്ഷെ ഈ തിരിച്ചുള്ള കേസ് നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയായിരിക്കും എന്നുള്ളത്. തിരിച്ച് എന്നെ ഒരു ലേഡി ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അവര് ഉള്ളിന്റെ ഉള്ളിൽ ഒന്ന് ചിരിക്കും. കാരണം അവര് നമ്മളെ പോലെ ചിന്തിക്കാൻ നമ്മുടെ ജനറേഷൻ അല്ല. നമ്മുടെ ജനറേഷനിലുള്ള പോലീസുകാർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അതെ, അത് ഒരു അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. ഒരു ഫിക്സ് അതൊന്ന് ഫിക്സ് ചെയ്ത് വരാൻ എനിക്ക് തോന്നുന്നു മിക്കവാറും 2-3 ഡെക്കേഡോ അല്ലെ 3.5 ഡെക്കേഡോ എന്തായാലും മിനിമം എടുത്തായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ വന്നാല് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പോലീസ് അതിപ്പോ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ കേസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ആൾക്കാർ സീരിയസ് ആക്കി എടുക്കാൻ തുടങ്ങും. ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മാർഗരേഖയൊക്കെ ഉണ്ടാക്കി അല്ലെ, ജനമൈത്രി പോലീസ് ഒക്കെ ഉണ്ടായതുപോലെ തന്നെ. അപ്പം ഇപ്പൊ ഇവള് പറഞ്ഞ എന്താന്ന് വെച്ചാല് UK പോലീസ് ഭയങ്കര എന്താ പറയുന്നത്, ബൈ ദ ബുക്ക് ആയിട്ടാണ് അവര് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. ലിറ്ററലി ലോയെ എടുത്തിട്ടാണ്. പക്ഷെ നമ്മുടെ പോലീസ് കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചിന്തിക്കാറുണ്ടല്ലോ പല ഘട്ടങ്ങളിലും. അല്ല, നമ്മുടെ ഏജിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കേസ് എടുക്കുന്നതിന് റീതിങ്ക് ചെയ്യത്തില്ലേ അവര്? ഇപ്പം നമ്മൾ ആക്ഷൻ ഹീറോ ബിജു എടുക്കാം. ആക്ഷൻ ഹീറോ ബിജുവിന്റെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ ഞാൻ പറയല്ല, ബട്ട് ആ ക്യാരക്ടറിന്റെ പ്രായമുള്ള ഒരാളാണെങ്കിലും മേ ബി അതൊന്ന് തിങ്ക് ചെയ്യത്തില്ലേ? മേ ബി എന്തെങ്കിലും ഒന്നെങ്കിൽ ഒന്ന് നമ്മുടെ അന്വേഷിച്ച് നാട്ടിലെ പോലീസ് നോക്കാനുള്ള ഒരു കുറച്ചുകൂടെ ഉപദേശിച്ചു വിടും, കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. കേസ് എടുക്കുന്നതിന് മുമ്പേ അവര് കേസെടുക്കുന്നതിന് മുന്നേ മറ്റേ നമ്മുടെ മീശമാധവന്റെ അകത്ത് പറയുന്നല്ലേ, പിള്ളാച്ച ഞാൻ വേണമെങ്കിൽ അവനെ ഒന്ന് ഉപദേശിച്ചു വിടാം, അല്ലാതെ മറ്റേ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞ ഇവിടെ കേസില്ലെന്ന് പറയുന്നതല്ലേ. ശരിക്കും അന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ കാലം. ഇപ്പൊ ഇന്ന് തുണി നോക്കി കാണിച്ച കേസാ. പക്ഷെ ഇന്ന് അതിന്റെ നിയമവശം നോക്കും. പക്ഷെ മീശമാധവന്റെ അകത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ചന്തി മറ്റേ ഗവൺമെന്റ് കടലാസ് എങ്ങനെ ഞാൻ ചന്തിന്ന് കണ്ട കുണ്ടിന്ന് എഴുതിയാതെന്ന് പറയുന്ന അത്രേ ഉള്ളു. സെൻസിബിലിറ്റീസ് അത്രേ ഉള്ളു. അപ്പം ഓവർ ദ ടൈം നമ്മുടെ നാട്ടിലെ പോലീസുകാരും ഇപ്പം കേരളത്തിലെ പോലീസുകാരാണെങ്കിൽ കമ്പാരിറ്റീവ്ലി പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. തമിഴ്നാടും ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഉള്ളവർ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റേ ബാംഗ്ലൂർ പോലീസിന് മറ്റേ നമ്മുടെ ഒരു ഫ്രണ്ട് പണ്ട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫൈൻ പറഞ്ഞവന്മാര് മേടിക്കും. അവസാനം ഇവന്റെ പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ട് അവൻ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് ഗോൾഡ് കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നു. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ചേർത്ത്. അപ്പൊ പോലീസുകാർക്ക് അത് മതി. അവൻ പറഞ്ഞു, സാർ എന്റെ ഒന്നും ഇല്ല, ഫ്രം എ പുവർ ഫാമിലി എന്ന് വരെ പറഞ്ഞു നോക്കിയിട്ട് ഇല്ല, എന്തെങ്കിലും തന്നിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അത്ര പ്രോഗ്രഷന് പല സ്ഥലത്തും വന്നിട്ടുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ പോലീസൊക്കെ ഭയങ്കര എഫിഷ്യന്റും. അവരുടെ ഒരു അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ അവരെ കുറെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതാണ് പ്രശ്നം. അവരുടെ കാര്യങ്ങൾ ചെയ്യാനൊന്നും ഗവൺമെന്റ് പൊളിറ്റിക്കൽ പ്രഷർ കാണും. ഇറ്റ്സ് എ ഡിഫറെന്റ് സബ്ജക്ട് ഓൾ ടുഗെദർ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസ് പ്രൊസീജിയർ വേറെ, ബാക്കിയുള്ളവർക്ക് വേറെ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പം വെളി രാജ്യത്ത് ഒരു കാർ ആക്സിഡന്റ് ആവുക,
അതിൻ്റെ അകത്ത് രണ്ടുപേര് ഇടിച്ചു, കാറിൽ നിന്ന് ഇടിച്ചു. അപ്പം നേരെ വരുന്നത് പോലീസും മറ്റേ നമ്മുടെ പാരാമെഡിക്സും ഒക്കെ വരുന്നത്. നമ്മുടെ നാട്ടില് ഫസ്റ്റ് ഒരു വണ്ടി ഇടിച്ച് കഴിയുമ്പോൾ വരുന്നത് നാട്ടുകാർ വന്നിട്ട് ഡ്രൈവറിനെ എടുത്തിട്ട് ഇടിക്കാനാണ് ഫസ്റ്റ് നോക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂട്ടറും ബൈക്കും തമ്മിൽ, ഇപ്പൊ ബസ്സും ബൈക്കും തമ്മിൽ ഇടിച്ചാൽ ആ ബൈക്കാരൻ ബൈക്കാരനെ പിടിച്ചടിച്ചോ, കിട്ടുന്ന ചാൻസാ. അതാ പ്രശ്നം. നമ്മുടെ ആംബുലൻസസ് അല്ലേ ഈ പാരാമെഡിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ ശരിക്കും? എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ നാട്ടിലെ നമ്മുടെ അതിന്റെ അകത്ത് നമ്മുടെ സംഭവം. നാട്ടിലെ ആംബുലൻസും മറ്റേ വേസ്റ്റ് കൊണ്ടുപോകാൻ വരുന്ന വണ്ടിയും സെയിമാ. എടുത്ത് കുടഞ്ഞിടുക, പോവുക, അത്രേ ഉള്ളൂ. അല്ല, അതിൽ കൊള്ളൊന്നുമില്ല. ഇത് നമ്മളിപ്പം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ ആര് പറഞ്ഞാലും അതാണ് അവസ്ഥ. നമ്മള് കുടഞ്ഞെടുത്തിടുക, അല്ലാതെ പാരാമെഡിക്സ് വന്നിട്ട് മറ്റേ ഇതൊന്നും അതൊന്നുമില്ല, ആ പൾസ് പരിപാടിയൊന്നുമില്ല. പരിപാടിയൊന്നുമില്ല. അവിടെ കൊണ്ടുപോവുക, പോകുന്ന വഴിയെ ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടുക, ഇല്ലെങ്കിൽ 1.4 ബില്യൺ ഉള്ള രാജ്യത്ത് ആര് ശ്രദ്ധിക്കാനോ സത്യം പറഞ്ഞ. അതേസമയത്ത് ഇവിടുന്ന് പറയുമ്പോഴത്തേക്കും 7 മില്യൺ ആൾക്കാർ മാക്സിമം പോയേക്കാണ്. അപ്പോഴത്തേക്ക് അവർക്ക് ജനങ്ങളുടെ ആ ഒരു ജീവന് വിലയുണ്ട്. അങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടിൽ 1.4 ബില്യൺ ആൾക്കാരുണ്ട്. അതിനിടയ്ക്ക് പാരമെഡിക്സ് നീ ഒരുത്തൻ വടിയായി ഓട്ടെ ഭൂമിക്ക് ഒരു ഭാരം കുറഞ്ഞു കിട്ടിയല്ലോ. ഒരെണ്ണം കുറഞ്ഞു കിട്ടി. ആ ഒരു ഒരെണ്ണം സെറ്റ് കൂടി കുറയുമ്പോ അല്ലെങ്കിൽ 4 പുതിയത് വരിക എന്നുള്ള റേഷ്യോ എന്തോ ആയിരുന്നു അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് പറഞ്ഞ ഒരാള് ജനിക്കുകയും ചെയ്യും, അതേ സമയത്ത് 4 പേര് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത. അതല്ല നമ്മുടെ നമ്മൾ നാട്ടില് മറ്റേ പ്രശ്നങ്ങളുണ്ട്. വെള്ള വണ്ടി വാങ്ങിയിറക്കെ, വെള്ള സീറ്റ്, വെള്ള കാറ്, ഇതിലെ റക്തക്കറ പടം കൂടാതെ എന്നൊക്കെ പറഞ്ഞ് മറ്റേ അന്യന്റെ അകത്ത് പറയുന്നതല്ല. പക്ഷെ ഇപ്പം നമ്മള് വേറെ സ്ഥലത്ത് നോക്കിയാൽ ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കണ്ടാലും അവിടെ ഒരു ആക്സിഡന്റ് ആയ പാരാമെഡിക്സ് ആയിരുന്നു. ആരും അവരുടെ വണ്ടിയിൽ ഇട്ടോണ്ടൊന്നും അല്ല പോകുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ കിട്ടുന്ന ശരിയാ. വണ്ടിക്ക് കയറ്റി വിടും. അവിടെ അത് നിയമവിരുദ്ധമാ, അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. കാരണം അവര് കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലും അപകടം പറ്റി ഇവര് മരിച്ചാലും നമ്മുടെ നാട്ടിൽ പല പ്രൈവറ്റ് വണ്ടികളും പെട്ടെന്ന് ആംബുലൻസ് ആയി മാറുന്ന കാഴ്ചയെ നമുക്ക് കാണാം. 2 വശമുണ്ട്. അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പോലീസും ആവും, എന്നാൽ സാധാരണക്കാരും എന്താ പറഞ്ഞ പോലീസിന്റെ ഡ്യൂട്ടി ചെയ്ത് അവരെ പിടിച്ചിടിക്കുക, ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. നേരെ മറിച്ച് മറ്റേ കുറ്റം ചെയ്താൽ എസ് എഴുതിയിട്ട് വെറുതെ വിടുന്ന നിയമവും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ളത് നമ്മള് കഴിഞ്ഞ ദിവസം കാണാൻ നമുക്ക് സാധിച്ചു. ഒരു പ്രത്യേകതരം നിയമ സംവിധാനമാണ് നമ്മുടെ നാട്ടില്. ഇതുപോലെ ഞാൻ ഇതിലൂടെ അധികം പൊളിറ്റിക്സ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ളൊരു പോഡ്കാസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല, സോറി. പക്ഷെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ പോലീസ് പ്രൊസീജിയേഴ്സിന്റെ കാര്യം ചോദിച്ചപ്പോ. ഡോക്ടർ സെൻസ് പറഞ്ഞോണ്ടിരുന്നതിന്റെ ബാക്കി പറയൂ, അത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? എന്തോ പറഞ്ഞോണ്ടിരുന്നായിരുന്നല്ലോ. അല്ലല്ല, സിൻസ് പറഞ്ഞ എന്റെ ബാക്കി പറയാനാണ്. എന്തോ പറഞ്ഞു അശ്വൻ. എനിക്ക് പ്രശ്നമുണ്ടോ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഇടയ്ക്ക് തപ്പല് വരാറുണ്ട്. അത് സാരമില്ല, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളവിടെ നിർത്തി. അതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. പല ടോപ്പിക്ക് പറഞ്ഞ് ഇപ്പൊ ഇവിടെ ആയിപ്പോയി. എന്നാ പിന്നെ മറ്റേ ഇതിന്റെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ടച്ച് ചെയ്തു. ഓൾമോസ്റ്റ് പറഞ്ഞു. അതെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. റിച്ചർഡ് ഗാഡ് എന്ന് പറയുന്ന ഇതിന്റെ ഡയറക്ടർ, എന്താണ്, റൈറ്റർ ആയിട്ടുള്ള ആളാണ്. ഇതിന്റെ അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് അതാണ് ഇതിനകത്തിൽ കഥയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. അവിടെ ഇവിടെ ആയിട്ട് ക്യാരക്ടർ നെയിംസും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം സിമിലർ ആണ്, സെയിം ആണ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പം ഇത് അറിഞ്ഞു ആൾക്കാർ. അതായത് ഇദ്ദേഹം ശരിക്കും ഈ ഒരു സീരീസും കൊണ്ടല്ല തുടങ്ങിയത്. മങ്കീസെ മങ്കി ഡു എന്ന് പറയുന്ന ഒരു കോമിക്കൽ ഒരു സ്കിറ്റ് പോലത്തെ ഒരു സാധനം അദ്ദേഹം ആദ്യം ചെയ്തിരുന്നു. എഡിൻബറയിലാന്ന് തോന്നുന്നു ആദ്യം തുടങ്ങിയത്. പിന്നീട് ലണ്ടനിലും അവിടെ ഇവിടെ ആയിട്ട് ഷോ ഹിറ്റായി, അദ്ദേഹം ചെയ്തു, അവാർഡ്സ് ഒക്കെ കിട്ടി. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ ആ ഒരു അബ്യൂസ്,
എന്താണ് അദ്ദേഹത്തിനെ വീട്ടിലേക്ക് വിളിച്ച് പുള്ളിയെ അബ്യൂസ് ചെയ്ത ആളെ കുറിച്ചുള്ളതാണ് ഈ മങ്കി സേ മങ്കി ഡു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ട്. അപ്പൊ അതിനുശേഷം എന്താണ് ഈ ഒരു സ്റ്റോക്കിങ്ങും കൂടെ വെച്ചിട്ട് എന്താണ് ഒരു കോമഡി പരിപാടിയും കൂടെ പുള്ളി ഒപ്പിച്ചു. അപ്പൊ ഇത് രണ്ടും കണ്ടിട്ട് ഇത് ഭയങ്കര ഫേമസ് ആയി, യുകെയിൽ തന്നെ ഭയങ്കര ഫേമസ് ആവുകയും ഇത് കണ്ടിട്ട് നെറ്റ്ഫ്ലിക്സ് അപ്രോച്ച് ചെയ്യുകയും അങ്ങനെയാണ് ഇതൊരു ഷോ ആയി മാറിയത്. അപ്പം ഇതിനകത്തിൽ ഓൾമോസ്റ്റ് സീൻ ബൈ സീൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കറക്റ്റ് പുള്ളിക്കാരി വന്നിരിക്കുന്നു, പുള്ളിക്കാരിക്ക് ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു, ഐ മീൻ ചായ ഓഫർ ചെയ്യുന്നു. അങ്ങനെ അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ പറയുന്ന പോലെ 10,000-40,000 മെയിൽ, 14,000-40,000 എത്ര കണ്ട് മെയിൽ അയക്കുന്നു, എന്താണ് വോയിസ് മെയിലുകൾ അയക്കുന്നു. ഇതെല്ലാം ഒറിജിനൽ സാധനമാണ്. ഇതിൽ ചില വോയിസ് മെയിൽസ്, നമ്മളെ കേൾപ്പിക്കുന്ന ചില വോയിസ് മെയിൽസ് ഒറിജിനലാണ് എന്നൊരു കിംവദന്തിയും കൂടെ ഞാൻ കേട്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ റിയൽ ക്യാരക്ടർ, നമ്മുടെ നാട്ടുകാർക്കൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം കാര്യം നടന്നു കഴിഞ്ഞാലേ അതും റിയൽ ലൈഫ് ആണെന്ന് പറയാമെന്ന് വിചാരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോഞ്ചറിങ് റിയൽ ലൈഫാന്ന് പറഞ്ഞു. കോഞ്ചറിങ് റിയൽ ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എഡ്വേർഡ് ആൻഡ് ലൊറൈൻ വാറന്റെ എന്താണ് ഹിസ്റ്ററി തൊട്ട് അവര് ഏത് ബ്രഷ് ഇട്ട പല്ല് വെച്ചെന്ന് വരെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ തപ്പിപ്പിടിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. പൊതുവെ ആൾക്കാർക്ക് അങ്ങനെ അറിയാനൊരു ത്വരയുണ്ട് റിയൽ ലൈഫ് ആണെന്ന് പറയുമ്പോൾ. ആ ഒരു ത്വര വെച്ചിട്ട് നാട്ടുകാർ ഇതിന്റെ ഒറിജിനൽ ആളെ തപ്പിപ്പിടിച്ചു. അതായത് നമ്മുടെ മാർത്ത എന്ന് പറയുന്ന സ്റ്റോക്കറിനെ കണ്ടുപിടിക്കുകയും പുള്ളിക്കാരിയുടെ റിയൽ നെയിം ശരിക്കും അദ്ദേഹം അവിടെ ഇവര് ഷോകളിലും പലയിടത്തായിട്ടും റിവീൽ ചെയ്തായിരുന്നു. ഞാനത് ഇവിടെ പറയുന്നില്ല, അതൊരു പേഴ്സണൽ അറ്റാക്ക് ആവും എന്നുള്ള രീതിയിൽ ഞാനത് പറയുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം റിയൽ ലൈഫിലുള്ള ആളെ കണ്ടുപിടിക്കുകയും ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് കേട്ടോ, അവർ തമ്മിലുള്ള ആ ഒരു ലുക്സിലൊക്കെ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ഇതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് കാണാനും. നമ്മൾ വേണമെങ്കിൽ ഞാൻ ലിങ്ക് നമ്മുടെ യൂട്യൂബിനടിയിൽ നമ്മൾ കൊടുക്കാം. എവിടെയെങ്കിലും അവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ ലിങ്ക് കൊടുക്കണം. അല്ല, അത് നമ്മളായിട്ട് പേര് പറയുന്നില്ല, പോയിട്ട് വേണമെങ്കിൽ ഇന്റർവ്യൂ കാണാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒരു മോർഗൻ ഷോ എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ട്, അതിനകത്തില് പുള്ളിക്കാരി വരുന്നുണ്ട്. അവര് അതിൻ്റെ അകത്തില് അന്ന് പുള്ളിക്കാരി കേസ് കൊടുത്തു ഇതിനെതിരെ. കാലിഫോർണിയയില് പുള്ളിക്കാരി കേസ് കൊടുത്തു, എത്ര കോമ്പൻസേഷൻ വേണം, എൻ്റെ പേര് യൂസ് ചെയ്തു ഇവര്, എന്താണ് റോങ് ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതായത് റോങ് ഇൻഫർമേഷൻ ആയിട്ട് ഇവർ പറയുന്ന രണ്ട് കാര്യമാണ് മെയിൻലി. ഒന്ന്, ഇവർക്ക് പ്രീവിയസ് സ്റ്റോക്കിംഗ് ഹിസ്റ്ററി ഇല്ല. ഷോയ്ക്കകത്തിൽ ഇവർ പറയുന്നുണ്ട് ഇവർക്കൊരു പ്രീവിയസ് സ്റ്റോക്കിംഗ് ഹിസ്റ്ററി ഉണ്ട്, കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അങ്ങനെ എന്തോ ഒരു കേസ് പറയുന്നുണ്ട് അവര്. അത് ഇന്റർനെറ്റിലും തപ്പിക്കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് ഫേക്ക് ആണ്. ഇവർക്ക് അതായത് ഇവർക്കുള്ള ഒരു ഏലിയസിലും ഇവർ എടുത്തിരിക്കുന്ന ഒരു പേരിലും, അതായത് ഇവർ ഒറിജിനലി സ്കോട്ടിഷ് ആണ്. അവരിപ്പോൾ എനിക്ക് തോന്നുന്നു US-ലാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും കാലിഫോർണിയയിൽ കേസ് കൊടുത്തത്. അപ്പം US-ലോ UK-ലോ അവർ യൂസ് ചെയ്തിരുന്ന ഒരു നെയിമിലും അവർക്ക് സ്റ്റോക്കിംഗ് ഹിസ്റ്ററീസ് ഒന്നും ഇല്ല. അപ്പം അതാണ് ഒന്നാമത്തെ കേസിന്റെ എന്താണ് പറയുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തില് എന്താ പറയുന്നത് പോലെ അവര് ഒത്തിരി മെസ്സേജസ് ഒന്നും അയച്ചിട്ടില്ല, ഇവനെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, ഇവന്റെ ഫോൺ നമ്പർ ഒന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് എന്താകും എന്ന് എനിക്കറിയില്ല. ഇപ്പം നെറ്റ്ഫ്ലിക്സ് കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. നെറ്റ്ഫ്ലിക്സ് പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങൾ റൈറ്ററിന്റെ കൂടെയാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ സ്റ്റോറി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റോറിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ആ സ്റ്റോറി എന്ന് പറഞ്ഞതിനെ നെറ്റിസൺസ് അത്യാവശ്യം എന്താണ് അറ്റാക്ക് ചെയ്തായിരുന്നു. കാരണം നെറ്റ്ഫ്ലിക്സ് അതൊരു സ്റ്റോറി ആയിട്ട് എടുക്കരുത്, അത് റിയൽ ലൈഫ് ട്രൂ ഇൻസിഡന്റ് ആണ്, ഹിസ് വേർഷൻ ഓഫ് ദ സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ടങ്ങാണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാനത് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുന്നതാണ് അവർക്ക് കൂടുതൽ കാര്യം. ഞങ്ങൾ റിയൽ ലൈഫിലെ പേരൊന്നും പറഞ്ഞിട്ടില്ല, റൈറ്ററിന്റെ വിഷൻ സ്ക്രീനിൽ ട്രൂ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് അവർക്ക് അവരുടെ ഒരു കമ്പനി എന്നുള്ള നിലയിൽ അവരുടെ ആരോഗ്യത്തിൽ നല്ലത്. മൂന്നാമതായിട്ട് പിന്നെ അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ എവിടെയും എന്താണ് കേസ് എടുത്തിട്ടുണ്ടോ കാര്യങ്ങളൊന്നും അറിയത്തില്ല, പുള്ളിക്കാരി ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്താണേലും.
അപ്പോൾ ഉം. എനിക്കൊന്ന് റിസ്ട്രെയിനിങ് ഓർഡറും എല്ലാം കാണുമായിരിക്കും. ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ അത്യാവശ്യം ഹോട്ടാണ്. ഈ ഒരു സീരീസ് കാരണം പുള്ളിക്കാരി അങ്ങ് കയറി അങ്ങ് കത്തിപ്പിടിച്ചു. അപ്പോൾ അത് അവരെ തപ്പിപ്പിടിച്ചത് പോയാഞ്ഞിട്ട് ഈ ഡോണി ഡൺ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അബ്യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടർ കം റൈറ്റർ കം അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ട്. ആ അബ്യൂസ് ചെയ്യുന്ന ആളുടെ സെയിം ഫീച്ചേഴ്സ്, ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിനെയും നാട്ടുകാരെല്ലാം തപ്പിപ്പിടിച്ച് പുള്ളിയെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിയും ഈ നമ്മുടെ റിച്ചാർഡ് ഗ്യാഡും ഇതിനെ എതിർത്തായിരുന്നു. അയാളല്ല ഇതിന്റെ ശരിക്കുള്ള ആള്, ഇതെന്റെ ഗർഭമല്ല എന്ന് പറയുന്ന പോലെ ഇത് ഞാനല്ല എന്ന് പറഞ്ഞായിരുന്നു. ബട്ട് ആൾക്കാരെന്തോ അത് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് അതിനകത്തില്. ഈ റിയൽ ക്യാരക്ടറിനും തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള സാമ്യങ്ങൾ കണ്ടുമുട്ടിയോ എന്നൊരു ഇത്. അതൊരു മോബ് മെന്റാലിറ്റി ആണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരാൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇത് വരിക, ആരോപണം വരിക, അയാള് കുറ്റവാളിയാണോ അല്ലയോ എന്ന് അറിയുന്നതിന് മുന്നേ കയറി ജഡ്ജ് ചെയ്യാന്ന് മാത്രം പോരാഞ്ഞിട്ട് ഇതുപോലെ എന്താ സോഷ്യൽ മീഡിയയിലോ അല്ല എന്തെങ്കിലും അവന്റെ അഡ്രസ്സും സംഭവം സകല പരിപാടികളും കണ്ടുപിടിച്ചിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന പരിപാടി. ഇതിപ്പം അതേ സംഭവം തന്നെയാണ്. അവനെ എങ്ങനെയൊക്കെ അതില് ഹരാസ് ചെയ്യുന്നു കാണിച്ചോ അതേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പുള്ളിക്കാരിക്കും കൊടുത്തല്ലേ അവര്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റോക്കിങ്ങിനെ പറ്റി ഒരു അവയർനെസ് ആയിട്ടുള്ള ഒരു സീരീസ് ഇറക്കിയിട്ട് നാട്ടുകാരെല്ലാരും കൂടെ സ്റ്റോക്കറിനെ സ്റ്റോക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. എന്തൊരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥയാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അത് ആ ഒരു ഷോയുടെ ഉദ്ദേശം തന്നെ അപ്പൊ അങ്ങ് ഇല്ലാതായി പോകത്തില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. എനിക്കത് ഭയങ്കര സങ്കടകരമായിട്ട് തോന്നിയായിരുന്നു. അതിന്റെ ആ ഒരു ഉദ്ദേശത്തിനെ തന്നെ, അതിന്റെ ആ ഒരു ബേസിക് ഉദ്ദേശത്തിനെ തന്നെ അവിടെ വെച്ച് അവര് ബ്രേക്ക് ചെയ്യാണ്. വൈ ഡു സച്ച് തിങ്സ് എന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് നിന്റെ അഭിപ്രായം ഇതിനെ കുറിച്ച്? തീർച്ചയായിട്ടും. അതായത് അതിന്റെ പേരെന്താ, അവരെ പിന്നെ തേടി പിടിച്ചു പോവുക, അങ്ങനെ പോയി അതിന്റെ പേരെന്താ, അവരെ പിന്നെ പോയി ഹരാസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല. കാരണം അവരുടെ ജീവിതത്തെ പിന്നെ അത് നല്ല രീതിയിൽ തന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. അപ്പൊ അത് പക്ഷെ മനസ്സിലാക്കാതെ ഇപ്പൊ നെറ്റിസൺസിന്റെ കാര്യം ഞാൻ പറയട്ടെ. അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് എത്രത്തോളം അവര് ഇവനോട് ചെയ്തോ അത് അവർ അനുഭവിക്കണ്ടേന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? അതൊരു ഭയങ്കര, ഇനി എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണത്. സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ പേരെന്താ, ഇപ്പൊ ശരിയാണ്, അയാൾ ചെയ്തത് എക്സ്ട്രാ റോങ് ആണ് സംഭവം. ചെറുക്കനെ അല്ല, അവനെ കുറെ ഹോപ്പൊക്കെ കൊടുത്ത് അവനെ അത് ഇത് ചെയ്യല്ല, അതിന്റെ പേരെന്താ, അവന്റെ കരിയർ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കൊടുത്തിട്ട് ഏറ്റവും അവസാനം അതിന്റെ പേരെന്താ, അവനെ പിടിച്ച് റേപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അത് ഒരു കാലത്തും അതിന്റെ പേരെന്താ അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ അതേ സമയത്ത് അതിന്റെ പേരെന്താ, എന്നാ പിന്നെ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാതെ, ഇപ്പൊ ഇവിടെ നീ പറഞ്ഞതനുസരിച്ച് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാതെ ജസ്റ്റ് ഒരു ഫേഷ്യൽ ലുക്കിൽ ഒരാളെ പോയി കണ്ടിട്ട് അയാളെ ഹരാസ് ചെയ്യുന്നത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് ഹരാസ് ചെയ്യാൻ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഒരു കാര്യമില്ല അതിനകത്ത്. അതിനാണ് നമ്മുടെ നാട്ടിൽ അതിന്റെ പേരെന്താ, ലോ എന്ന് പറയുന്ന ഒരു സാധനം അത് ഉള്ളതെന്ന് പറയുന്നത് നമ്മളെ ആൾക്കാരെ അതിന്റെ അതിൻ്റെതായ ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അതിനാണ് നമ്മൾ ഈ അതിന്റെ പേരെന്താ ഡെമോക്രസിയും ഈ ലോ എല്ലാം ഉണ്ടാക്കിയത്. ആ ശിക്ഷ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു 90% അല്ല, ഒരു 19% വരെ അത് എഫക്റ്റ് ആവുന്നുണ്ട്, ഓക്കെ. ബട്ട് എനിക്ക് തോന്നുന്നില്ല വേറൊരാളുടെ അതിന്റെ പേരെന്താ ജസ്റ്റ് സാമ്യത്തിന്റെ പേരിൽ ഒരാളെ പോയി ക്രൂശിക്കുന്നതിന്റെ ഒരു അർത്ഥം. പക്ഷെ അതേ സമയത്ത് മറ്റേ ആൾക്ക് ഓബിയസ്ലി നിയമത്തിന്റെ പരമായ ഒരു 100% ശിക്ഷ കിട്ടാനുള്ള ഒരു അതിന്റെ പേരെന്താ 100% അർഹതയുണ്ട്. കാരണം റേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആണുങ്ങൾക്കും അല്ല പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കാണേലും ഒരേപോലെ തന്നെ അതിന്റെ പേരെന്താ ഈക്വൽ ആയിട്ട് അവിടെ അതിന്റെ പേര് ഡിസിസ്റ്റ് കിട്ടേണ്ട ഒരു സാധനമാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ് സംഭവം. അതാണ് ചെയ്യേണ്ടത്. അതേസമയത്ത് ആൾക്കാരെ നെറ്റിലൂടെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നു, അവര് പോകുന്ന സിറ്റുവേഷൻ എന്താന്ന് നമുക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാല്. മലയാളത്തിലൊരു സിനിമയുണ്ട് അശോകന്റെ ആകാശം എന്നും പറഞ്ഞുകൊണ്ട്, ഒരു മിസ്റ്റേക്കൺ ഐഡന്റിറ്റിയുടെ പേരില് അതായത് പുള്ളിയുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ ഒരു ടെററിസ്റ്റിന്റെ ഇത് കാണിച്ചിട്ട് പുള്ളി പിന്നെ
ഒളിവിൽ പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അശോകൻ ആദ്യമായിട്ട് താടി പഠിച്ച പടമാണത്. അപ്പം അങ്ങനെ ഒരു പടമുണ്ട്, ഇച്ചിരി ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു പടമാണ്. ഹരിശ്രീ അശോകനാണോ? ഞാൻ വെച്ച മറ്റേ ആ അശോകനായിരിക്കും. മറ്റേ അശോകനല്ല, സോറി, ഹരിശ്രീ അശോകൻ. ഓ, ക്ലിയർ ആയിട്ട് പറയുന്നത് ഇവിടെ അർജുൻ അതായത് അശോകന്റെ തന്ത താടിന്ന് ഞാൻ താടി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് കത്തി. പക്ഷെ ഹരിശ്രീ ഞാൻ അശോകൻ. ആദ്യം ഓർത്തത് മറ്റേ പുള്ളിയാണല്ലോ നോർമലി നായകനൊക്കെ ആയിട്ട് അശോകനാ. അഭിനയിക്കുന്നത്. ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടി നമ്മുടെ നാട്ടുകാർക്കുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത്, ഇങ്ങനെ കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അവരുടെ ആ ഒരു എന്താ ഒറിജിനൽ ആളാണോന്ന് പോലും അറിഞ്ഞില്ലേലും അറിഞ്ഞാലില്ലേലും ചുമ്മാ അങ്ങോട്ട് പറയാം, ഒരു മനസ്സുഖം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ പരിപാടികളും ചെയ്യാറുണ്ട് ആൾക്കാര്. ഇതില് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം മറ്റേ ഇവര് ഈ അയച്ചെന്ന് പറയുന്ന ടെക്സ്റ്റ് മെസ്സേജുകളും വോയിസ് നോട്ടുകളും ഒക്കെ നമ്മളിങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോ ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ട്. അതൊരു സാമ്പിള് പോലെ കാണിക്കുന്നുള്ളൂ, പക്ഷെ അതൊക്കെ തന്നെ നല്ല ഭീകരമായിരുന്നുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ ഒരു പരിപാടി കൊള്ളായിരുന്നു. ശരി, അതായത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോന്ന് വായിക്കുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കും അതും പുള്ളിക്കാരിയുടെ സ്പെല്ലിങ്, അത് അയാൾ പറയുന്നത് എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് അവർ കറക്റ്റായിട്ട് സ്പെല്ല് ചെയ്യും. നമ്മള് കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ ആണെങ്കിൽ അവർ തെറ്റായിട്ട് സ്പെല്ല് ചെയ്യുകയും ചെയ്യും. അതായത് എന്തിന്റെ പ്രവണതയാന്ന് അവന് തന്നെ അങ്ങോട്ട് മനസ്സിലാവില്ല. അത് പക്ഷെ വായിക്കുമ്പോഴത്തേക്ക് അത് അവളുടെ ആ ഒരു സ്കോട്ടിഷ് ആക്സന്റ് ഉണ്ടല്ലോ, അതെ, like you can ഒരു feel ആക്സന്റ് that. പഠിച്ചിട്ട്. അതെ അതെ You can feel that while you're reading that messages. That's the best thing about that series. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത്. അതായത് നമ്മൾ ആ സീരീസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഉള്ള ആക്സെന്റിൽ തന്നെ അവൾ എന്താണോ ആ മെസ്സേജ് വഴി എഴുതിയത് നമുക്ക് ആക്സെന്റ് ഫീൽ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ആക്ച്വലി വൺ ഓഫ് ദ ബ്രില്യൻസ്. അത് ഇത് പറഞ്ഞപ്പോഴാണ്, സ്കോട്ടിഷ് ആക്സന്റ് പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ഇതിന്റെ അകത്തിൽ അഭിനയിച്ചിരിക്കുന്ന ജെസിക്ക ഗണ്ണിങ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് പുള്ളിക്കാരി ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് പുള്ളിക്കാരിയോട് ദേഷ്യം തോന്നുമല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു ഭയം തോന്നുമല്ലോ പുള്ളിക്കാരിയോട്. അത് അത്രയും എക്സ്ട്രോർഡിനറി ആയിട്ട് അഭിനയിച്ചതുകൊണ്ടാണ് നല്ല രീതിയിൽ ക്രീപ്പി ആയിരുന്നു പുള്ളിക്കാരി. ആയിരുന്നില്ലേ. പക്ഷെ അതേ സമയത്ത് തന്നെ ഏറ്റവും അവസാനം അതിന്റെ വേറെന്താ പുള്ളിക്കാരത്തി ഇവന്റെ ആ ബേബി റെയിൻഡിയറിന്റെ കാര്യം തന്നെ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ആ പുള്ളിക്കാരത്തിയോട് ഒരു ചെറിയ സിമ്പതി തോന്നിക്കുന്ന രീതിയിലും വരെ പുള്ളിക്കാരത്തി തോന്നിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് പുള്ളിക്കാരത്തി എന്റെ വേറെന്താ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന നമ്മുടെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കും. അതായത് നമ്മൾ എന്തുവാണ് നമ്മുടെ ചൈൽഡായിട്ട് നമ്മൾ ട്രോമ നമ്മൾ എന്തുവാണ് എൻഡുവർ ചെയ്തിരിക്കുന്നത്, അത് അതിന് വേറെന്താ അത് നമ്മുടെ ഫ്യൂച്ചറിലോട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. സൈക്കോളജിക്കലായിട്ടൊരു ഫാക്റ്റാണ് അത്. എന്നെ എത്രത്തോളം ഇതാവും അറിയത്തില്ല, പക്ഷെ അതിന്റെ പേരെന്താ ആ ഒരു കാര്യം അവൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ ആ ഒരു കാര്യം അത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ട്. അവളുടെ ബേബി റെയിൻഡിയർ അങ്ങനെയായിരുന്നു, അതുപോലെയായിരുന്നു ഇവൻ. അങ്ങനെ വന്നു. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ അവളുടെ ജീവിതത്തിൽ ഏറ്റവും സംഭവിച്ചൊരു ഒരൊറ്റ നല്ല കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ബേബി റെയിൻഡിയർ അത് മാത്രമേ ഉള്ളൂ. ഒറിജിനൽ മാർത്തയ്ക്ക് ഒരു ബേബി റെയിൻഡിയർ ഉണ്ടായിരുന്നു. ഒറിജിനൽ മാർത്തയും ഇദ്ദേഹത്തിനെ റിച്ചാർഡ് ഗാഡിനെ ബേബി റെയിൻഡിയർ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പം ഒറിജിനൽ മാർത്ത അവരുടെ ടോയ് ആയിട്ടുള്ള ബേബി റെയിൻഡിയറിന്റെ തല ഷേവ് ചെയ്തായിരുന്നു. അപ്പൊ അവർക്ക് അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ആനന്ദമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇന്റർവ്യൂല് വന്നിരുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെ, പക്ഷെ അത് കംപ്ലീറ്റ് റോങ് ആണ്. പക്ഷെ അതിന്റെ അപ്പുറം അതിന്റെ പേരെന്താ പുള്ളി അത് അവളുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് കാണിക്കാനും പുള്ളി നോക്കിയിട്ടും ഉണ്ട് സംഭവം. എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാം ഉണ്ട്. പക്ഷെ അത് പുള്ളി ഒരു ഓൾമോസ്റ്റ് ഓൾ പെർസ്പെക്റ്റീവ് അതിനകത്ത് എന്തായാലും കാണിക്കുന്നുണ്ട്. അത് ഞാൻ ജെസിക്ക ഗണ്ണിങ്ങിന്റെ കാര്യം പറഞ്ഞതാണ്. നീ മുമ്പേ സ്കോട്ടിഷ് ആക്സന്റ് പറഞ്ഞത് വിട്ടുപോകുന്നതിന് മുമ്പ് ഞാനങ്ങ് പറയാം. അതായത് പുള്ളിക്കാരി ശരിക്കും യോർക്ക്ഷയറിൽ നിന്നുള്ളതാണ്, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആളാണ്. അപ്പം നിങ്ങൾ UK ആൾക്കാരാണ്, അല്ലെങ്കിൽ UK ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അവിടെ നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ആക്സൻസ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിവർപൂളിലോട്ട് പോകുമ്പോഴത്തേനും ലിവർപൂൾ ലണ്ടൻ
ലണ്ടൻ, പിന്നെ ന്യൂ കാസൽ. ഇതാണ് 3 പോർട്ടുകൾ. അതിനകത്തിൽ ഈ ലിവർപൂൾ എന്ന് പറയുന്ന ഏരിയയിൽ സംസാരിക്കുന്ന ആക്സന്റിന് ഒരു പേര് വരെയുണ്ട്. സ്കൗസ് ആക്സന്റ് എന്നാണ് പറയുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാനത്. വേറെ ഭാഷ പോലെ ഇരിക്കും കേട്ട് കഴിഞ്ഞാൽ. അപ്പം ആക്സൻസ് നമ്മുടെ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആക്സൻസ് ഉള്ള ഒരു സ്ഥലമാണ് UK എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പം ഡോക്ടർ സിൻസിന് അത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അയർലൻഡിൽ നല്ല സ്ട്രോങ് ആക്സെന്റ് ഉള്ള ആൾക്കാരാണ് ഉള്ളത്. അയർലൻഡ് തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് തന്നെ നമുക്ക് മാറിയ ഒരു കട അല്ല അതിന്റെ പേരെന്താ, റിവറിന്റെ അപ്പുറം മാറിയതില് രണ്ട് ആക്സെന്റാ. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് അതിന്റെ പേരെന്താ, ഒരു നോർത്ത് സൗത്ത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ നോർത്തിലാണെങ്കിൽ ഭയങ്കര അതിന്റെ പേരെന്താ, നമ്മുടെ ലോക്കൽ ആൾക്കാർ എന്തരപ്പി ഇതൊരു വിഷയമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അവന്മാർ സംസാരിക്കുക. ആ സമയത്ത് ഇപ്പോ സൗത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകും. ഭയങ്കര പോഷായിട്ടുള്ള ആക്സെന്റ്. അതായത് നമ്മുടെ പ്രോപ്പർ അച്ചടി ഭാഷ എങ്ങനെയാണോ, നമ്മുടെ പ്രോപ്പർ കോട്ടയംകാരെങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ ഓരോ സിറ്റിയിൽ പോകുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ ഒരു ആക്സെന്റ് ഉണ്ട്. ഓരോ ടൗണിൽ പോകുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ ഒരു ആക്സെന്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണാൻ പറ്റും. പക്ഷെ കമ്പാരിറ്റീവ്ലി പക്ഷെ എന്നാലും ഇതിനൊക്കെ കുറച്ചുകൂടെ കട്ടിയാണ് സ്കോട്ടിഷ് ആക്സെന്റ്. സ്കോട്ടിഷ് ഞാൻ പറയാൻ വരുമായിരുന്നു. അത് പറഞ്ഞാണ് ഞാൻ വന്നത്. അതായത് എനിക്കൊരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു വർക്കിന്റെ ഇടയ്ക്ക് ക്ലയന്റ് മീറ്റിംഗ് വന്നപ്പോഴത്തേക്കും അതായത് ഒരു പുള്ളിക്കാരത്തി ഒരു സ്കോട്ടിഷ് കാരത്തിയാ. അപ്പൊ അങ്ങനെ അതിന് വേറെന്താ, ഞാൻ മീറ്റിംഗ് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരത്തിയോട് സംസാരിച്ചാൽ മതി. പുള്ളിക്കാരത്തിയോട് സംസാരിക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ സമയത്ത് ആ ഒരു മീറ്റിംഗിൽ ഇവര് വേറൊരു പ്രോപ്പർ ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരാളെ കൂടെ വെച്ച്, അതെന്താന്ന് എനിക്ക് ഇതുവരെയായിട്ടും ആദ്യം മനസ്സിലായില്ലായിരുന്നു. പിന്നീടാണ് അതിന്റെ പേരെന്താ മീറ്റിംഗ് ചെന്ന് ചാടിയപ്പോഴത്തേക്കുമാണ് അമ്മച്ചി എന്താ പറയുന്നത് മനസ്സിലാക്കുന്നത് നിനക്ക് മനസ്സിലാക്കിക്കാനാണ് അയാളെ പുള്ളിക്കാരത്തി അവിടെ ഇരിക്കുന്നത്. അതായത് ഉത്തമ ഈ പുള്ളിക്കാരത്തി പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, ഞാനിപ്പോ വേറൊരു സ്ക്രീനിൽ കാണിച്ചു തരാം. എനിക്കൊരു കുന്തോ മനസ്സിലാകുന്നില്ലായിരുന്നു എന്റെ പൊന്നെ. പിന്നീട് അല്ല, നമ്മളിത് കോമഡി ആയിട്ട് പറയുന്നെങ്കിൽ ഇത് ഇച്ചിരി ഭീകരമാണ്. കാരണം ഇപ്പം UK വെളിയിലോട്ട് ഇറങ്ങിയിട്ട് UK വെളിയിലോട്ട് ഇറങ്ങണ്ടേ. ഇപ്പൊ ഞാൻ താമസിച്ചോണ്ടിരുന്ന സ്ഥലം ലിവർപൂൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ലിവർപൂളിൽ സ്കൗസ് ആക്സെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലിവർപൂളിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലമാണ് മാഞ്ചസ്റ്ററിൽ കിടക്കുന്നവന്മാര് വന്നിട്ട് നമ്മളോട്, ഞാനിവിടെ ലിവർപൂൾ താമസിക്കുന്ന ആളായതുകൊണ്ട് അവർ നമ്മളോടാണ് ചോദിക്കുന്നത് ഇവരെന്തുവാ പറയുന്നതെന്ന്. അത്രയ്ക്ക് ആക്സെൻച്വേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റാത്തത്ര ആക്സെന്റ് ഉള്ള ആൾക്കാരാണ് UK-ക്കാര്. അതെനിക്ക് മനസ്സിലാവും അത് ഭയങ്കരമായിട്ട്. കാരണം എൻ്റെ ഒരു സാർ ഉണ്ടായിരുന്നു, ഒരു സ്കോട്ടിഷ് ആക്സെന്റ് ഉള്ള ഒരു സാർ ഉണ്ടായിരുന്നു. പുള്ളി ക്ലാസ് എടുക്കുമ്പം ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അതിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അതിനകത്തിൽ തന്നെ ഉണ്ട്, ടീംസിനകത്തിൽ തന്നെ ഉണ്ട്. അല്ലാതെ നമ്മൾ വെളിയിൽ നമ്മൾ നോർമൽ ക്ലാസ്സസ് ആണെങ്കിൽ പുള്ളി ബോർഡിൽ ഇങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നൊരു സാധനമുണ്ട്, അതിട്ടിട്ടാണ് പുള്ളി ക്ലാസ് എടുക്കുന്നത്. അത്രയ്ക്കും എന്താ പറയുന്ന ഒരു ഭയങ്കര മസ്കി ആയിട്ടുള്ള, നമുക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കരുത് നിങ്ങൾ എന്താ പറയുന്നത്. വായിക്കാത്തോട്ട് നോക്കിയിരുന്നാൽ ചില സമയത്ത് പുള്ളി കോമഡി പറഞ്ഞിട്ട് ക്ലാസ്സിൽ ആരും ചിരിക്കത്തില്ല. പുള്ളി ചിരിക്കുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് കോമഡി ആയിരുന്നു എന്ന്. അപ്പോ അങ്ങനെ അപ്പൊ പറഞ്ഞു വന്നതിന്റെ ഒത്തിരി അങ്ങോട്ട് പോയി. ഇപ്പൊ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. അപ്പം നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് എന്നൊക്കെ പറയുന്ന പോലത്തെ അവർക്കുള്ള ആക്സെന്റ് പോലെ തന്നെ ഇവർക്കും ആക്സെന്റ്സ് ഉണ്ട്. അതിനകത്തില് ഈ സ്കോട്ടിഷ് ആക്സെന്റ് ആണ് ഇതിനകത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2 ക്യാരക്ടേഴ്സും, അതായത് ഡോണി ഡൺ എന്ന് പറയുന്ന ക്യാരക്ടറും മാർത്ത എന്ന് പറയുന്ന ക്യാരക്ടറും രണ്ടുപേരും സ്കോട്ടിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോ അതിനകത്തില് ഇവര് എല്ലാ ഇന്റർവ്യൂസിലും ഈ മാർത്തയുടെ ക്യാരക്ടർ ജെസിക്ക ഗണ്ണിങ് വരുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരി യോർക്ക്ഷയറുകാരിയാണ്, ഇംഗ്ലണ്ടുകാരിയാണ് ശരിക്കുള്ള ആക്ട്രസ്. പുള്ളിക്കാരി ഒന്ന് ഇംഗ്ലീഷ് ആക്സെന്റിൽ അവിടെ ഇരുന്ന് തകർക്കുമ്പോൾ ആൾക്കാരെല്ലാവരും ഞെട്ടാണ്. നമ്മള് മമ്മൂക്ക ഭയങ്കര സൂപ്പറായിട്ട് ആക്സെന്റ് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഈ സ്ത്രീ ഇതിനകത്തില് ആൾക്കാര്
ഭയങ്കരമായിട്ട് നമ്മള് വേറൊരു നാട്ടിലെ ആൾക്കാരാണ്. നമുക്ക് അതിനോട് അത്ര എക്സ്പോഷർ ഇല്ലെങ്കിൽ പോലും നമുക്ക് വരെ മനസ്സിലാകും അതിന്റെ ആ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം. പുള്ളിക്കാരി ഇത് ഭയങ്കര നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഒബ്സർവേഷൻ ആയിരുന്നു ഡോക്ടർ സിൻസ്. അത് ശരിയാണ്. അവരുടെ ആ ഒരു സ്കോട്ടിഷ് ആക്സന്റ് അവർ ഭയങ്കര നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെപ്പോലുള്ള അമച്വേഴ്സ് പറയുന്നതല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷുകാർ തന്നെ, UK തന്നെ അതിനെ ഇന്റർവ്യൂസിൽ അതിനെ കമന്റബിൾ ആണെന്ന് പറയുന്നുണ്ട്. അവരത്ര നല്ലതായിട്ട് അത് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ. പിന്നെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഷോവിനെ കുറിച്ച്, വേറെ സീരീസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എനിക്ക് അൾട്ടിമേറ്റ്ലി ഇതാണ് ഫീൽ ചെയ്തത്. അതായത് നമുക്കൊക്കെ എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജെൻഡർ ഭേദമന്യേ ഇപ്പൊ പെണ്ണുങ്ങൾക്കാണെങ്കിലും റിലേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ കാണും, ആണുങ്ങൾക്കാണെങ്കിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ റിയൽ ലൈഫിൽ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് കേൾക്കുന്ന ആൾക്കാരോടും കണ്ടിട്ടില്ലാത്തവരോട് നമ്മൾ കുറെ സ്പോയിലേഴ്സ് ഒക്കെ പറഞ്ഞെങ്കിലും എന്നിട്ടും കണ്ടിന്യൂ ചെയ്ത് കേൾക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളും കാണണം. കാര്യം നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നമുക്ക് ഓരോരുത്തരുടെ ലൈഫിൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന, നമുക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാവുന്ന, വേറെ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ എലമെന്റ്സ് ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റോക്കർ സിറ്റുവേഷൻ മാത്രമല്ല അതിലുള്ളത്. അല്ലാണ്ട് പല നമ്മുടെയൊക്കെ അപ്ബ്രിങ്ങിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആണുങ്ങള് എന്താ പറയുന്നേ, ഇങ്ങനെ ആണുങ്ങളെ പോലെ ഡീൽ ചെയ്യണം, നമ്മുടെ ചക്രവാണി പറഞ്ഞ പോലെ അതൊക്കെ നമ്മള് ഇതിൽ നിന്നൊക്കെ എന്താ പറയുന്നത്, അങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു കുറെ കാര്യങ്ങൾ അവർ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സീരീസ് ആണ്. അപ്പൊ നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇച്ചിരി ലോങ് ആയി പോയല്ലേ. അപ്പം എനിവേസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നവർക്ക് മുഷിയും. എനിവേസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും നമ്മൾ നന്ദി പറയുന്നു. പിന്നെ തുടർന്ന് ഇതുപോലത്തെ സീരീസ് റിലേറ്റഡ് എപ്പിസോഡ്സ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞു. അതെ വെബ് സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ് സീരീസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക ഡെഫിനറ്റ്ലി. പിന്നെ എന്താണ്, ഇതൊരു പ്രത്യേക എപ്പിസോഡായിരുന്നു, നമ്മുടെ ഫസ്റ്റ് 4 പേരുള്ള എപ്പിസോഡായിരുന്നു. സോ എന്താണ്, ഞങ്ങളെല്ലാവരും കേട്ടോണ്ടിരുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി. റിയാസിക്ക പറയുന്നത് പോലെ അടിച്ചു കയറി വാ മക്കളെ എന്ന് പറയുന്നത് പോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെയും ഞങ്ങളുടെ വീഡിയോസ് കാണാൻ പിന്നെയും വരിക എന്നുള്ള ഒരു ഗുഡ് നോട്ടോടെ നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. So this is me, UDC Kumari, signing off with Mr. Digambaran, Dr. Sins and Chakravani. Bye. Bye.